നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ വചനത്തിന്റെ ഉടയവനായിട്ടുള്ള വചനജഡമായി തീർന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങള് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. മനുഷ്യന്റെ ശബ്ദം എത്ര വ്യർത്ഥമാണെന്ന കർത്താവെ, നിത്യനായ ദൈവത്തിന്റെ ശബ്ദം, കർത്താവെ, അവിടുത്തെ ശബ്ദം പെരുവെള്ളം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലാണെന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, ആ പരിശുദ്ധാത്മാവിന്റെ ആത്മാവും ജീവനുമാകുന്ന ആ വചനങ്ങള്, എന്റെ വചനങ്ങള് ആത്മാവും ജീവനുമാകുന്നു എന്ന് അവിടുത്തെ പറഞ്ഞുവല്ലോ. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ആത്മാവും ജീവനുമുള്ള ആ തിരുവചനങ്ങളെ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരണം. നിത്യജീവന്റെ മൊഴികള് അങ്ങയുടെ പക്കലാണ് കർത്താവെ ഉള്ളത്. ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകും? കർത്താവെ, ഞങ്ങൾ പിന്നെ സമ്പൂർണ്ണമായിട്ടും ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ അവിടുത്തെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണേ കർത്താവെ. നല്ല മനസാക്ഷിയോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവിടത്തേക്കായിട്ട് തുറന്നു തരുന്നു. അവിടുത്തെ ആത്മാവിന്റെ അളവില്ലാത്ത വ്യാപാരത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ ഉള്ളത്തിൽ അവിടുന്ന് വ്യാപരിക്കണം, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. കർത്താവെ, ആദിയില് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവെ, ആ വചനം എല്ലാം നല്ലതാക്കി തീർത്തു. നല്ലതെന്ന് പറഞ്ഞ് ഏറ്റവും നല്ലതെന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് ഓരോ ദിവസവും കർത്താവെ, ഓരോ സമയത്തും അവിടുന്ന് കർത്താവെ അനുരൂപപ്പെടുത്തണം. അവിടുത്തെ വചനം അയച്ച് ഞങ്ങളെ സൗഖ്യമാക്കണം. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യം നൽകിയാട്ടെ, വിടുതൽ നൽകിയാട്ടെ, അവിടുത്തെ ശബ്ദം കേൾപ്പിച്ചാട്ടെ, അവിടുത്തെ ഹിതം അറിയിച്ചാട്ടെ, അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾ കുറയണം, അവിടുന്ന് മാത്രം വളരണം, അവിടുന്ന് മാത്രം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ മഹത്വം മാത്രം കർത്താവെ വെളിപ്പെടുമാറാകട്ടെ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 വാക്യങ്ങള് നമ്മള് രണ്ട് സെഷൻസ് കൊണ്ട് 4 വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പീഡ് എല്ലാവർക്കും മനസ്സിലാകും, നമ്മുടെ സ്പീഡ്. അപ്പോ നമുക്കറിയാം, നമ്മളെ പൗലോസിന്റെ ലേഖനം, പൗലോസ് സ്ഥാപിച്ചിട്ട് അല്ലാത്തതായിട്ടുള്ള ഒരു സഭയായിരുന്നു റോമിലെ സഭ. അപ്പൊ അതുകൊണ്ട് ലഭിച്ച ഒരു നല്ല ഗുണമെന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ ഒരിക്കലും പൗലോസ് സ്ഥാപിച്ചല്ലാത്ത സഭയ്ക്ക് നല്ല ഗുണം എന്താ ഈ സഭ നീ പറഞ്ഞു വരുന്ന ചോദിച്ചാൽ, ബാക്കിയുള്ള സഭകളോടൊക്കെ പൗലോസ് നേരിട്ട് നേരിട്ട് സുവിശേഷം വളരെ ഭംഗിന്തരേണ ഒരു തട്ടും തടവും ഇല്ലാതെ പൗലോസ് ബാക്കി എഫേസസ് സഭയിലും കൊളോസ്യ സഭയിലും പൗലോസ് സ്ഥാപിച്ച സഭകളിലൊക്കെ പൗലോസ് ചെന്ന് അവരോട് ആഴ്ചകളും മാസങ്ങളും ഒക്കെ തിരുവചനം അതുപോലെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ പോലെ റെക്കോർഡിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു, നമുക്ക് അതിലെ റെക്കോർഡ് ചെയ്തൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അന്ന് റെക്കോർഡിംഗ് ഒന്നും ഇല്ലാതായിപ്പോയി. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്താ സംഭവിച്ചത്, നമ്മൾ പിന്നീട് പൗലോസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്തുന്ന കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് മെയിൻ ആയിട്ടും എഫേസ്യ ലേഖനം ഒഴിച്ചു നിർത്തിയ ബാക്കി പൗലോസിന്റെ എപ്പിസൽസ് ലേഖനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പം ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പം അവിടെ അവര് ന്യായപ്രമാണവും പരിച്ഛേദനയൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞാൽ വിവാദപരമായ ചില കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പലരെയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതായത് പൗലോസ് അപ്പോസ്തലൻ ഒരുപാട് സഭകൾ നേരിട്ട് സ്ഥാപിക്കാൻ ദൈവം ഉപയോഗിച്ചു. പക്ഷെ റോമിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് ഏത്? ലെറ്റർ ടു ദ റോമൻസ്, എപ്പിസൽ അല്ലെങ്കിൽ ലെറ്റർ ടു ദ റോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ റോമിലെ സഭ പൗലോസാൽ സ്ഥാപിക്കപ്പെട്ടതല്ലാത്ത സഭയായിരുന്നു. വെച്ചാൽ പൗലോസ് എഴുതുമ്പോൾ പോലും പൗലോസ് റോമിലെ ജനങ്ങളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, സഭയിലെ വിശ്വാസികളെ കണ്ടിട്ടില്ല. അവിടെ നമ്മൾ ആ റോമർ 1-ാം അധ്യായത്തില് അതിന്റെ 1-ാം അധ്യായത്തിന് 13 വായിക്കുവാണെങ്കിൽ, എന്നാ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലും നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു. എങ്കിലും അപ്പം പലപ്പോഴായിട്ട് പൗലോസ് ദൈവാത്മാവിനാൽ തന്നെയാണ്, ദൈവാത്മാവിന്റെ പ്രേരണയിലെ പൗലോസ് ഒരു ആത്മീയ പിതാവ് എന്ന നിലയിൽ അവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പൗലോസിന്റെ ശുശ്രൂഷ ഇൻഡയറക്റ്റ് ആയിട്ട് പൗലോസിനാൽ ശുശ്രൂഷ ലഭിക്കപ്പെട്ട പലരും ഒക്കെ അവിടെ ചെന്ന് ചെല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ പൗലോസിന് അവരോടൊരു ആത്മീയ ഭാരം ഉണ്ടായിരുന്നു, ആത്മീയ മക്കൾ എന്നൊരു ഭാരം ഉണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ സ്ഥാപിച്ചതായിട്ട്, ഈവൻ പത്രോസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ സ്ഥാപിച്ചതായിട്ടോ അല്ല റോമിലെ സഭ ചരിത്രം പറയുന്നത്. ഒരു പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ റോമിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 10-11 വാക്യങ്ങളിൽ നമ്മൾ വാക്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പൊ റോമിൽ നിന്നുള്ള ആൾക്കാർ പലയിടത്തു നിന്നും, കുറേനയിൽ നിന്നും, കുറേനക്കാരെ ശിമോനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കുറേനയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അന്ന് പെന്തക്കോസ്ത് നാളില് 2-ാം അധ്യായം 10-11 വാക്യങ്ങളിലൊക്കെ പലയിടത്തു നിന്നുള്ള ആൾക്കാർ കൂടുന്ന കൂട്ടത്തില് റോമിലുള്ള ആ വാക്യം ഒന്നുകൊണ്ട് നോക്കണം. അപ്പോസ്തല 2-ന്റെ 10-11 അവിടെ പലയിടത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു പെന്തക്കോസ്ത് നാളില്. അതിന്റെ 10-ാമത്തെ വാക്യത്തിലാ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 10
ആ, അവിടെ കുറച്ച് കടിച്ചപ്പെട്ട വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പൊന്തോസിലും ആസിയയിലും, ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ, പാർത്തിയൻസ്. ഇപ്പം നമ്മൾ പല ബൈബിളിലുള്ള പല വാക്കുകളും ഇപ്പോഴത്തെ മോഡേൺ ടേം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബൈബിളിലെ പേർഷ്യ എന്ന് പറയുന്നുണ്ട്. പേർഷ്യയുടെ മോഡേൺ ടേം എന്താണ്? ഇറാൻ. അതാണ് ഇപ്പൊ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പേർഷ്യയുടെ പ്രഭു എന്നൊക്കെ പറയുന്ന ദാനിയേൽ പ്രവചനത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പേർഷ്യ, അന്നത്തെ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ എന്ന്, അല്ലെങ്കിൽ അമേരിക്കക്കാർ ഇറാൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ യുനോ അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജി ഉണ്ട്. അപ്പൊ അന്നത്തെ ആ സ്ഥലത്തിന്റെ പേരുകൾ നമ്മളിവിടെ വായിക്കുന്ന അപ്പോസ്തലർ 2:10 പൊന്തോസിലും ആസിയയിലും പംഫുല്യയിലും മിസ്രൈമിലും, മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ്, മിസ്രൈമിലും പിന്നെന്താ ഖുറൈനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ, ആ ഖുറൈനയിൽ നിന്ന് ഖുറൈനക്കാരനായ ഒരു സിമോനെ കുറിച്ചുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതൊക്കെ വെള്ളിയാഴ്ച ആ സമയത്തൊക്കെ ജോജി പറയുന്നൊക്കെ കേട്ടതിന് ശേഷവും ആ സമയത്തൊക്കെ നമ്മൾ ആ ഖുറൈനക്കാരനായ സിമോനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അന്നത്തെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. ആ ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും പിന്നെ റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം എന്ന് പറഞ്ഞ അവരൊക്കെ അവരവരുടെ ഭാഷയിൽ കേൾക്കുകയാണ്. അന്ന് 120ഓളം ദൈവ കർത്താവിന്റെ ശിഷ്യന്മാര് 120ഓളം പേര് വന്ന് അവിടെ പെന്തക്കോസ്ത് നാളില് കർത്താവിലെ അന്യഭാഷയിൽ സ്തുതിക്കുമ്പോൾ അവരെല്ലാം സ്വന്തം ഭാഷയിൽ അവരവരുടെ പല പല ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള പല പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ കാണുന്നു. അവിടെ റോമിൽ നിന്ന് വന്നിട്ടുള്ളവരും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അന്ന് റോമിൽ നിന്ന് വന്നിട്ടുള്ളവര് പിന്നീട് റോമിൽ ചെന്ന് അങ്ങനെ അവര് വിശ്വാസികളെല്ലാം കൂടി ചേർന്ന് അങ്ങനെ ദൈവമായിട്ട് അങ്ങനെ ഒരു അപ്പോസ്തലൻ വന്ന് സ്ഥാപിച്ച ഒരു സഭ എന്നുള്ള ഒരു പേരില്ലാതെ അല്ലാതെ തന്നെ ദൈവമായിട്ട് അവരെ ഒരു സഭയായിട്ട് കൂട്ടിച്ചേർത്ത് വന്നതായിരിക്കണം എന്നുള്ള രീതിയിലാണ് ചരിത്രകാരന്മാര് റോമിലെ സഭയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു അതിന്റെ ഒരു വാദമെന്നോ അല്ലെങ്കിൽ ഒരു വശമായിട്ടൊക്കെ പറയുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞിരുന്നു വെച്ചാല് പൗലോസ് സ്ഥാപിച്ചിട്ടില്ലാത്ത ഗുണം എന്താന്ന് വെച്ചാൽ മറ്റേതെല്ലാം പൗലോസ് നേരിട്ട് നിന്ന് സുവിശേഷം അതുപോലെ അങ്ങ് A to Z അങ്ങ് പ്രസംഗിക്കുമായിരുന്നു. പിന്നീട് എന്തെങ്കിലുമൊക്കെ തിരുത്തലിന് വേണ്ടിയായിരുന്നു പൗലോസ് കൂടുതലും ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കൊളോസ്യ ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലും അവിടെ 2 സഹോദരിമാർക്ക് കുറച്ച് ചേർച്ചക്കറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഐക്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ഒക്കെ അവിടെ ജയിലിൽ നിന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത്. അങ്ങനെയുള്ള തീത്തോസിനും ഒക്കെ എഴുതുമ്പോഴും ഒക്കെ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അടുത്ത ലൈൻ ഓഫ് ലീഡർഷിപ്പിന്റെ കാര്യങ്ങളും എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ കാര്യവും അങ്ങനെയൊക്കെയുള്ള പല ഉപ്പമാരെ നിയമിക്കുന്ന കാര്യവും അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളൊക്കെ പല പല ഊന്നലോടുകൂടിയ പല പല ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ റോമിലെ ആൾക്കാരോട് പൗലോസ് നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് പൗലോസ് യെരുശലേമിലേക്ക് പോയതിനു ശേഷം പിന്നീട് റോമിലേക്ക് പോകാം എന്നാണ് പൗലോസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. പൗലോസിന്റെ 3ാം മിഷണറി യാത്രയിൽ യെരുശലേമിലേക്ക് പോയതിനു ശേഷം റോമിലേക്ക് പോകാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം യെരുശലേമിലേക്ക് പോയതിനു ശേഷം ഇനിയിപ്പം റോമിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്ന് വെച്ചാൽ യെരുശലേമിൽ വലിയ ഉപദ്രവം ഉണ്ട് എന്നൊക്കെ അഗബസിലൂടെയൊക്കെ പ്രവചനമൊക്കെ വന്നതൊക്കെ നമ്മൾ അപ്പോസ്തലർ 21-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പിന്നെ അങ്ങോട്ട് പോക്ക് നടക്കുമോ, ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും റോമിലുള്ള സഭയിലുള്ള സഹോദരങ്ങൾക്ക് ആ സുവിശേഷം ഞാൻ നേരിട്ട് ഇന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആ ഒരു മനുഷ്യൻ എത്രമാത്രം പാപത്തിന്റെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്, പാപത്തിന്റെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യമൊക്കെ അവര് മനസ്സിലാക്കി ദൈവത്തിന്റെ നീതി എന്താണെന്നും പാപത്തിന്റെ ശിക്ഷ എന്താണെന്നും ദൈവം എങ്ങനെ അത് ക്രിസ്തുവിൽ നിവർത്തിച്ചു എന്നുള്ളതും നമ്മളെ നീതീകരിച്ച കാര്യവും പാപത്തിൽ നിന്ന് അങ്ങനെ നമ്മളെ രക്ഷിക്കുന്നു, നീതീകരിക്കുന്നു, പിന്നെന്താ പാപത്തെ ജയിക്കാന് സഹായിക്കുന്നു. ആ ഒരു ലീഗലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിയമവാദിത്വം, അതായത് ഒരു അക്ഷരം പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ മാറി ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ റോമർ 7 കഴിഞ്ഞ് 8-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞു. പിന്നെ സഭയിലുള്ള കാര്യങ്ങളും ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചൊക്കെ റോമർ 9, 10, 11 അധ്യായങ്ങളിലൊക്കെ പറഞ്ഞ് പിന്നെ 12-ാം അധ്യായം ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ദൈവത്തിന്റെ ആ മനസ്സിലൊക്കെ കണ്ട് നമ്മൾ ഇതിന് ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് അങ്ങനെ സഭയിലെ ഒരു ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളായിട്ട് നിങ്ങൾ ഒരുമനപ്പെട്ടായിരിക്കണം എന്നുള്ള കാര്യവും നിയമങ്ങൾക്കും അധികാരങ്ങൾക്കും എല്ലാം നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള കാര്യം റോമർ 13-ാം അധ്യായത്തിനും 14-ാം അധ്യായത്തിനും 15-ാം അധ്യായത്തിലും ഒക്കെ ബലഹീനരായിട്ടുള്ള സഹോദരങ്ങളെ ചേർത്ത് കൊള്ളണമെന്നുള്ള കാര്യവും ഒക്കെ പറഞ്ഞ് 16-ാം അധ്യായത്തിൽ സാധാരണ തലയും തകർത്ത്
യുനോ വിശ്വാസത്തിന് അനുസരണത്തിന് ഒരു പൂർത്തീകരണത്തെ കുറിച്ച് 16-ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്ന ആ ഒരു ദ എൻറ്റയർ ഗോസ്പൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എന്ന പോലെ വേറെ ഒരു ലേഖനത്തിലും ഏറ്റവും വ്യക്തവും സ്പഷ്ടമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാ എന്റെ ഒരു ഗുണം. എന്ന് വെച്ചാൽ ഗുണം എന്ന് പറയുമ്പോൾ പൗലോസ് സ്ഥാപിച്ച് ഇപ്പൊ എല്ലാത്തിനും ഒരു എല്ലാ ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് എന്നൊക്കെ സ്ഥാപിച്ച് അവിടെ ചെന്ന് പ്രസംഗം പ്രസംഗിച്ചായിരുന്നെങ്കിൽ പിന്നെ റോമർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞ് ചിലപ്പോൾ മേ ബി ഒരു 2-3 അധ്യായമുള്ള ഒരു ലേഖനം നമുക്ക് കിട്ടിയേനെ. അപ്പൊ പക്ഷെ ഇതിപ്പോ 16 അധ്യായമുള്ള വലിയൊരു ശരിക്കും പറഞ്ഞാൽ അധ്യായമൊക്കെ പിന്നീട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും അത്രയും വലിയ അത്രയും വലിയ ലേഖനമായതുകൊണ്ട് 16 അധ്യായങ്ങളായിട്ട് തിരിക്കാൻ പറ്റിയത്. അപ്പൊ അത്രയും വലിയൊരു ലേഖനം നമുക്ക് കിട്ടാൻ തക്കവണ്ണം ദൈവത്തിന്റെ ജ്ഞാനത്തിന് പലപ്പോഴും ദൈവം എന്തുകൊണ്ടാ പല കാര്യങ്ങൾ അനുവദിക്കുന്നേ? എല്ലാത്തിനും ഒരു നന്മയുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഇന്ന് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി എന്നെങ്കിൽ അതിൽ അവിടെ ഒരു നന്മയുണ്ട്. നമ്മൾ കൂടുതൽ ക്രിസ്തുവിനെ പോലെ കുറച്ചുകൂടെ ദീർഘക്ഷമയോടെ കുറച്ചുകൂടെ നമ്മള് എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ചിലപ്പോൾ നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു നന്മ ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാത്തിലും ശരിയാ, ദൈവം എല്ലാം നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപിക്കുന്നു. അപ്പം റോമിലെ സഭ പൗലോസാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അല്ല. പൗലോസ് പോലും അത്രയും വലിയൊരു അപ്പോസ്തലനാൽ സ്ഥാപിക്കപ്പെട്ട സഭയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ അതുപോലെ ഒരു ആത്മീയ പിതൃത്വം കിട്ടിയായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒരു മെന്റർഷിപ്പ് കിട്ടിയായിരുന്നെങ്കിലൊക്കെ റോമിലുള്ള വിശ്വാസികൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ കർത്താവിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു നന്മയുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ വലിയ ആത്മീയമുള്ള ചില സഹോദരങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും അവരെ തന്നെ ശുശ്രൂഷിക്കുമായിരുന്നെങ്കിൽ, ഇപ്പൊ ജോജി ബേർ സാക് ബേർ ഇവിടെ കാണാൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ആഴ്ച നമുക്ക് അവരെ തന്നെ കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശരിയാ, നമുക്ക് അത് നല്ല കാര്യമാണ്. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ ജ്ഞാനത്തിന് ദൈവം നമ്മളെ പലരെയൊക്കെ പലയിടത്തൊക്കെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പം എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. അപ്പം പൗലോസ് അവിടെ നേരിട്ട് ശുശ്രൂഷിക്കാത്തത് കൊണ്ട് പൗലോസിന് യെരുസലേമിലേക്ക് പോയി പിന്നെ റോമിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തില് പൗലോസ് ഒരു മനുഷ്യന്റെ പരിമിതി. പൗലോസ് വലിയ വെളിപ്പാടുകളൊക്കെ ഉള്ള അപ്പോസ്തലനാണ്. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ കാലക്രമത്തെ കുറിച്ചൊന്ന് നമുക്ക് പൗലോസിന്റെ ആ നിര്യാണകാലം അടുത്തിരിക്കുന്നു. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അവിടെ റോമൻ കാരാഗൃഹത്തിൽ ഇരുന്ന് എഴുതുമ്പോൾ തന്നെ നിര്യാണകാലം ആ റോമൻ കാരാഗൃഹത്തിലായിരിക്കുന്ന ആ സമയത്ത് ഇത് ഇനിയിപ്പോ അധികം ഇല്ലാന്ന് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ മാത്രമേ പൗലോസിന് അറിയത്തുള്ളൂ. എന്റെ ഇനിയിപ്പം ഇതിനകത്തുനിന്ന് ഇനി പുറത്ത് കിടക്കാൻ പോകുന്നില്ല, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നതൊക്കെ 2 തിമോത്തിയോസ് 4-ന്റെ 6-7 വാക്യങ്ങളിലൊക്കെ പൗലോസ് പറയുമ്പോഴാണ് പൗലോസ് താൻ ഇനി അങ്ങനെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതിനു മുമ്പൊക്കെ പൗലോസ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ നാമും കർത്താവിന്റെ 2ാമത്തെ വരവെങ്കില് നാമും എടുക്കപ്പെടും എന്ന് പറയുമ്പം പൗലോസും കർത്താവ് വരുന്നിടം വരെ ജീവിച്ചിരിക്കും എന്നുള്ള പ്രത്യാശയോടെ അവിടെ എഴുതുന്നത്. അല്ലാതെ മരിച്ചുപോയി ഗ്രേവിൽ കിടക്കുന്ന ഞാൻ അപ്പൊ എഴുന്നേറ്റ് വന്നോളൂ എന്നല്ല പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരായ നാമും ജീവിച്ചിരിക്കുന്ന നിങ്ങളൊന്നും അല്ല പറയുന്നത്. വെച്ചാൽ പൗലോസ് ആ സമയത്ത് പൗലോസിന്റെ പ്രത്യാശ എന്താ? ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന് വരും, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരായ നാമും എടുക്കപ്പെടും എന്നുള്ള പ്രത്യാശ. എന്നാൽ കുറെ കഴിഞ്ഞപ്പം പൗലോസും ദൈവം വെളിപ്പെടുത്തി ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ നിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് പോലെ ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാക്കി തീർക്കുന്നു. അപ്പൊ അതുകൊണ്ട് പൗലോസ് നേരിട്ട് ഇന്ന് ശുശ്രൂഷിക്കാത്തതുകൊണ്ട് പൗലോസ് അതുപോലെ നിരത്തി പിടിച്ച് വലിയൊരു ലേഖനം എഴുതിയുകൊണ്ട് നമുക്ക് ആ ദൈവത്തിന്റെ വചനം എത്ര സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ഒക്കെ നമുക്ക് എഴുതപ്പെട്ട് നമുക്കിത് ലഭിച്ചു. ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് വേറെ ഏത് ലേഖനത്തെക്കാട്ടിലും ദൈവം എന്ന് പറയുന്ന ഒരു പദം ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തില. ദൈവം തിയോസ് എന്നുള്ള വാക്ക് 153 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 153 തവണ. ബാക്കി ഒരു ലേഖനത്തിൽ അത്രയില്ല. അപ്പം ദൈവത്തെക്കുറിച്ച് ബാക്കി എല്ലായിടത്തും ഓരോരോ കാര്യങ്ങൾ ഓരോരോ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഓരോ ലേഖനങ്ങളിലാണെങ്കിൽ ഇവിടെ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സുവിശേഷത്തെക്കുറിച്ച്, കർത്താവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതാ നമ്മള് ഇവിടെ ഇത് എഴുതുമ്പോൾ തന്നെ ഇത് എന്തിനെ സംബന്ധിച്ച് എഴുതുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ ആ ആദ്യത്തെ 4 വാക്യം പെട്ടെന്ന് വായിക്കുക. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇത് എന്തെങ്കിലും ഒരു പഠിപ്പീലുകള്, ടീച്ചിങ്, എന്തെങ്കിലും ഒരു ഉപദേശ രൂപം എന്നുള്ളതല്ല. ഇത് ദിസ് ഈസ് അബൌട്ട് ദ ഗോസ്പൽ ഈസ് അബൌട്ട് ജീസസ് ഹിംസെൽഫ്. ദ ഗോസ്പൽ ഈസ് ജീസസ് ഹിംസെൽഫ്. യേശുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ച് പഠിപ്പീലുകളും കുറച്ച് തിയോളജിയും കുറച്ച് ഉപദേശ രൂപങ്ങളുടെ ഒരു ചട്ടക്കൂട്, ഒരു വ്യർത്ഥമായിട്ടുള്ള ഒരു ചട്ടക്കൂടല്ല, മറിച്ച് സുവിശേഷം അതിൻ്റെതായ പൂർണ്ണതയിലും സൗന്ദര്യത്തിലും അതിന്റെ സമ്പൂർണതയിലും സാഫല്യത്തിലും അത് കർത്താവ് തന്നെയാണ്. അതാ ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ, കർത്താവ് എന്നുള്ള ആ ഗ്രീക്ക് പദം അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണെന്ന് വെച്ചാൽ കുറിയോസ് എന്നുള്ളൊരു പദമാണ്. കുറിയോസ് എന്നുള്ള പദം അത് ഒരു ഗ്രീക്കില് റെസ്പെക്ട്ഫുൾ ആയിട്ട് സാർ എന്നുള്ള നിലയിൽ അത് ഉപയോഗിക്കാവുന്ന ഒരു പദമാണ്. എന്നാൽ
അതേ പദം തന്നെയാണ് യഹോവയായ ദൈവത്തിന് അന്നത്തെ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയില് ഈ ദൈവ യഹോവ എന്നുള്ള പദം എഴുതാതിരിക്കാൻ വേണ്ടി, യഹോവ എന്നുള്ള പദം, യാഹ്വേ എന്നുള്ള പദം അവർക്ക് വ്യർത്ഥമായിട്ട് വൃഥ ഉച്ചരിച്ചാൽ അത് ദൈവകോപത്തിനിടയാവും. ദൈവമായ യഹോവയുടെ ദൈവത്തിന്റെ നാമം വൃഥ എടുക്കരുതെന്നുള്ള കൽപ്പനയുണ്ട്, ഒന്നാം കൽപ്പനയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ യഹോവ എന്നുള്ള ഇടം വരുമ്പം അന്ന് എബ്രായ കർത്താവ് യേശു കർത്താവ് അവതരിക്കുന്നതിന്, കർത്താവ് BC 4 ജനിക്കുന്നതിനും മുമ്പായിട്ട് 70ഓളം ഗ്രീക്ക് പണ്ഡിതന്മാര് അന്നത്തെ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമം ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. പഴയ നിയമം ഏത് ഭാഷയിലാണ് ഒറിജിനലി എഴുതപ്പെട്ടെ? എബ്രായ ഭാഷയിൽ, ഹീബ്രു ലാംഗ്വേജില്. അത് ഗ്രീക്കിലെ, പുതിയ നിയമം ഒറിജിനൽ എഴുതപ്പെട്ട ഗ്രീക്ക് ലാംഗ്വേജിൽ. അപ്പം കർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ സെപ്റ്റുവാജിന്റ് എന്ന് പറഞ്ഞൊരു പരിഭാഷയുണ്ട്. ഞാൻ എന്ത് ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ കർത്താവ് എന്നുള്ള ആ വാക്ക് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ആ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ കുറിയോസ് എന്നുള്ള ആ പദം തന്നെയാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ യഹോവയായ ദൈവത്തിന് ഗ്രീക്ക് പണ്ഡിതന്മാര് സെപ്റ്റുവാജിന്റ് എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ പഴയ നിയമ എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് പരിഭാഷയില് ഏതൊരു പദം യഹോവയായ ദൈവത്തിന് ഉപയോഗിച്ചു, അത് നമ്മൾ ആ പദം തന്നെയാണ് പൗലോസ് യേശുക്രിസ്തുവിന് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. കുറിയോസ്, കർത്താവുമായ യേശുക്രിസ്തുവിന് എന്ന് പറയുമ്പോൾ. അപ്പം പഴയ നിയമത്തില് ആ ഒരു നമ്മളിപ്പം നമ്മുടെ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ അതുപോലുള്ള ബൈബിളൊക്കെ എടുക്കുമ്പോൾ ലോഡ് എന്ന് യഹോവ എന്ന് പറയുന്നതിന് പകരം ലോഡ്, കർത്താവ് എന്നുള്ളൊരു വാക്കാ, ലോഡ് എന്നുള്ള വാക്ക് NASB ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ സെപ്റ്റുവാജിന്റ് ആ യഹോവ എന്നുള്ള പറയുന്നതിന് പകരമായിട്ട് അവര് കുറിയോസ് എന്നുള്ള വാക്ക് ഗ്രീക്കിൽ പരിഭാഷപ്പെടുത്തി ആ വാക്ക് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് ഉപയോഗിക്കുന്നത്. അപ്പം കർത്താവ് അനന്യനായ സർവശക്തനായ ദൈവമാണ് എന്നുള്ളതിന്റെ ഒരു കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് പൗലോസ് അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ദൈവം തന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവപിതാവ് തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകൾ, ബൈബിള് വിശുദ്ധ രേഖകളാണ്, ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആണ്. ആരെങ്കിലും മനുഷ്യരായിട്ട് വെറുതെ എഴുതി വെച്ചതല്ലാതെ ദൈവനിയോഗത്താല് 3 ഭൂഖണ്ഡങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടു. 1500ഓളം വർഷങ്ങളുടെ കാലയളവിൽ 40ഓളം എഴുത്തുകാരിലൂടെ 1500ഓളം വർഷങ്ങളുടെ ആ ഒരു സ്പാൻ ഓഫ് ഇയേഴ്സിൽ, അത്രയും വർഷങ്ങളുടെ നീക്കത്തില് ദൈവാത്മാവിനാല് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവര്, രാജാവ് മുതൽ കൃഷിക്കാർ വരെയൊക്കെ ഉള്ള ഈവൻ മീൻപിടുത്തക്കാരും എല്ലാം ഉൾപ്പെടെയുള്ള അത്രയുള്ള വൈവിധ്യമാർന്ന തുറകളിലുള്ള മനുഷ്യരെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ച വിശുദ്ധ രേഖകളില്. അപ്പം ഇവിടെ പൗലോസ് വിശുദ്ധ രേഖകൾ എഴുതുമ്പോൾ അന്ന് പഴയ നിയമമായിരുന്നു എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു, പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ അന്ന് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം എഴുതപ്പെട്ട വർഷം AD 57 അറൗണ്ട് ആണെന്നൊക്കെയാ നമ്മള് ചിന്തിക്കുന്നത്. AD 57, AD 30 കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. സഭ പെന്തക്കോസ്ത് നാളിൽ അന്ന് AD 30 സ്ഥാപിക്കപ്പെടുന്നത്. AD 57 റോമർക്ക് എഴുതിയ ഈ ലേഖനം എഴുതപ്പെടുന്നത്. അപ്പൊ വിശുദ്ധ രേഖകളിൽ ആരെക്കുറിച്ച്? യേശുക്രിസ്തുവിനെ കുറിച്ച് തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞ് ഉൽപ്പത്തി 3:15 തന്നെ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ഉണ്ടായിരുന്നു. ഓരോ ബൈബിളിന്റെ പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിനുള്ള പ്രവചനം ഉണ്ടായിരുന്നു. അപ്പൊ അതാ നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പം അവിടെ എമ്മാവോസിലുള്ള ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുമ്പം കർത്താവ് അവിടെ അവർക്കൊരു ഓൾഡ് ടെസ്റ്റമെന്റ് ബൈബിൾ സ്റ്റഡി എടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? എവിടെ നമ്മൾ വായിക്കുന്നേ? അവിടെ നമ്മള് 27-ാമത്തെ വാക്യത്തില്, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തില്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പം നമ്മൾ അവിടെ പല പല ടൈപ്പോളജി കാണുന്നെന്ന് പറയാം. പ്രതീകാത്മകമായിട്ട് കർത്താവിനെ നമുക്ക് അവിടെ കാണാനൊക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ ചില കാര്യങ്ങൾ, ഇപ്പം ഉൽപ്പത്തിയില് ആ ഒരു സ്ത്രീയുടെ സന്തതി എന്നുള്ളൊരു പേര് കർത്താവിന് കൊടുത്ത കാര്യം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ ആ ഒരു മഹാപുരോഹിതൻ കർത്താവിന് ഒരു ചിത്രമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിലും അത് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ പിന്നെ ആ ഒരു കുഞ്ഞാട്, അറക്കപ്പെടുന്ന കുഞ്ഞാട്, ലേവ്യ പുസ്തകത്തിൽ അറക്കപ്പെടുന്ന കുഞ്ഞാടിനെ കുറിച്ചും മഹാപുരോഹിതനെ കുറിച്ചും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യോശുവയുടെ പുസ്തകത്തിലെ യോശുവ, ആ ദൈവത്തിന്റെ സൈന്യത്തെ നയിക്കുന്ന യോശുവ കർത്താവിന്റെ ഒരു
ചിത്രമാണ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പഴയ നിയമത്തിലുടനീളം നമ്മൾ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനെ കുറിച്ചുള്ള 110 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യമൊക്കെ കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള പരാമർശം പഴയ നിയമത്തിലോ ഓരോ പുസ്തകങ്ങളിലും ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇപ്പോ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ദാനിയേലിന്റെ പ്രവചനത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇറാന്റെ പരമോന്നത നേതാവ് ഇങ്ങനെ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാനിയേലിന്റെ ചില പ്രോഫസി പണ്ട് BC-യിൽ ഫുൾഫിൽഡ് ആയതിന്റെ അതിന്റെ ഒരു ഡബിൾ ഫുൾഫിൽമെന്റ് ആയിട്ട് പേർഷ്യയുടെ പ്രഭുവിന്റെ കാര്യങ്ങളൊക്കെ ദാനിയേലിന്റെ പ്രവചനത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില സൂചനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഒത്തിരി ദൈവവചനത്തിൽ ഒത്തിരി ആഴത്തിലുള്ള ഒത്തിരി മർമ്മങ്ങളും പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ വചനം അതുപോലെ അതുപോലെ അത്ര ആഴമുള്ള ഒരു നിക്ഷേപവും നിധിയും ശേഖരമാണ്. നമുക്ക് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാഥമികമായിട്ട് എടുക്കണം. പിന്നെ ദൈവം നമുക്ക് റിലയബിൾ ആയിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിൽ വചനത്തിലുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് ഉത്സാഹത്തിനായിട്ട് ആ കാര്യങ്ങളൊക്കെ കാണുന്നതും അതിന്റെയൊക്കെ പ്രവചനങ്ങളുടെ പൂർത്തീകരണവും ഒക്കെ നമ്മൾ കാണുന്നതൊക്കെ നമുക്ക് ഉത്സാഹത്തിന് കർത്താവിന്റെ വചനം എത്ര അക്യുറേറ്റ് ആയിട്ട് എത്ര കൃത്യമായിട്ടെല്ലാം ഫുൾഫിൽഡ് ആവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ലൂക്കോസ് 24:27 എന്താ കണ്ടേ? തന്നെ കുറിച്ച് എല്ലാ തിരുവെഴുത്തുകളിലും അന്ന് കർത്താവ് ഇത് പറയുമ്പോൾ അന്ന് പഴയ നിയമം മാത്രമേ എഴുതപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നമ്മളിപ്പം ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിലും വായിച്ചത് എന്താ? ഒന്നാമത്തെ വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത ഈ സുവിശേഷം, ഈ സദ്വർത്തമാനം, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ ആ കന്യകയായിട്ട് യേശുവിനെ പ്രസവിച്ച കാര്യമൊക്കെ അതിന്റെ പ്രവചനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത വീരനാം ദൈവം, അത്ഭുത മന്ത്രി, നിത്യപിതാവ് എന്നൊക്കെ അവന് പേരിടും എന്നൊക്കെ അവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം കർത്താവ് അപ്പൊ അതാ പറയുന്നത്, പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത് ഈ സുവിശേഷത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പം പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പൗലോസ് വേർതിരിക്കപ്പെട്ടവനായിരുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് വേർതിരിക്കപ്പെട്ടവനായിരുന്നു. എന്നുവെച്ചാൽ പൗലോസ് ഫിലിപ്പിയർ 3-ാം അധ്യായത്തില് പറയുന്നത് താനൊരു പരീശനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പരീശനായി. ഈ പരീശൻ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും പരീശൻ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് വാക്കായിട്ട് നമ്മൾ അവനൊരു പരീശനാ, അതൊരു പരീക്ഷ സ്വഭാവമുള്ള സഹോദരിയാ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലെ. എന്നുവെച്ചാൽ പരീശൻ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. എന്നാൽ ആ ഫിലിപ്പിയർ 3:5 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, അതായത് പ്യുവർ ബ്ലഡ് എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്ന് പറയുമ്പോൾ ആ ഒരു തന്റെ രക്തം, വംശാവലിയൊക്കെ അതുപോലെ യഹൂദനാണെന്നുള്ള കാര്യം പറയുക. ബെന്യാമിൻ ഗോത്രക്കാരൻ രാജവംശമാണ്. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ഉള്ള സൗലൊക്കെ രാജാവായത്. അപ്പൊ ആ രാജവംശമാണ് ജനിച്ച എബ്രായനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഫാരിസി, പരീശൻ എന്നുള്ള വാക്ക് അതിന്റെ ഗ്രീക്കില് ഫരിസയാസ് എന്നാണ് ആ വാക്ക്. ഫരിസായസ് എന്നുള്ള വാക്കാ. ആ ഫരിസായസ് എന്നുള്ള വാക്ക് അത് ഏത് വാക്കിന്നാ വന്നതെന്ന് ചോദിച്ചാൽ പരാഷ് എന്ന് പറഞ്ഞ പരാഷ് എന്നുള്ളൊരു വാക്കിന്ന് വന്നത്. ആ പരാഷ് എന്നുള്ള വാക്കിന് അർത്ഥം ടു സെപ്പറേറ്റ്, ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞാൽ പരീശ എന്നുള്ള വാക്കിന്റെ വാച്യമായ അർത്ഥം, അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അക്ഷരികമായ അർത്ഥം എന്ന് വെച്ചാൽ സെപ്പറേറ്റിസ്റ്റ്, വേർതിരിക്കപ്പെട്ടവൻ എന്നുള്ള വാക്കാ പരീശ എന്നുള്ള വാക്കിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം. എന്നുവെച്ചാൽ അന്ന് കർത്താവ് വരുന്നതിന് മുമ്പായിട്ട് പല ദൈവഭക്തരായ യഹൂദന്മാര് ദൈവവചനം, ന്യായപ്രമാണം അതുപോലെ അനുസരിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണതയോടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു പരീശന്മാരുടെ വിഭാഗം എന്ന് പറഞ്ഞാല്. അവര് ന്യായപ്രമാണത്തെ അതുപോലെ ദൈവവചനത്തെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അക്ഷരം മാത്രമേ ഉള്ളൂ, ആത്മാവൊന്നും ഇല്ലാതെ അവര് ഒരു ചട്ടക്കൂട് മാത്രമായിട്ട് മാറിയ ഒരു അവസ്ഥയിലോട്ട് വന്ന് ദൈവപുത്രൻ തന്നെ വന്നപ്പോൾ ഇത് പിശാചിന്റെ തലവനാന്ന് പറഞ്ഞ് അവര് ദൈവപുത്രനെ കൊല്ലുവാൻ വേണ്ടി ഭാവിച്ച് റോമൻ ഗവൺമെന്റിനോട് കൊല്ലുവാൻ പുറത്തു നിന്ന പാർട്ടിക്കാരായ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ ആ പരീശ എന്നുള്ള വാക്ക് ശരിക്കും സെപ്പറേറ്റ്, വേർപെട്ടവൻ. അപ്പൊ അവന് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് വേർപെട്ടവനായിരുന്നു എന്ന് വെച്ചാൽ വേർപെട്ടവനാ എന്തിനാ? ന്യായപ്രമാണത്തിന്. ഹി വാസ് സെപ്പറേറ്റഡ് അൺടു ദ ലോ. ന്യായപ്രമാണത്തിന്റെ അക്ഷരത്തിന് അത് മാത്രം പിടിച്ചുകൊണ്ട് അതിൽ പറയുന്ന ക്രിസ്തുവിനെ അറിയാതെ
ന്യായപ്രമാണത്തിന് വേർപെട്ടവനായിരുന്നു. എന്നാ ഇപ്പം പൗലോസ് എന്താ പറയുന്നത്? ഞാന് ഈ സുവിശേഷത്തിനായിട്ട്, ബിഫോർ ഐ വാസ് സെപ്പറേറ്റഡ് അൺ ടു ദ ലോ, നൗ ഐ എം സെപ്പറേറ്റഡ് ടു ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാ ഞാനിപ്പം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവൻ. അതാ നമ്മളിപ്പോ രണ്ടാമത്തെ വാക്യത്തിൽ വായിച്ച് റോമർ 1:2 വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട നമ്മളുടെ ജീവിതം സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെ ചെന്നാലും കർത്താവ് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ദൈവത്തെ കർത്താവിനെ ഇപ്പൊ ആരെങ്കിലും നമ്മളെ അഭിനന്ദിക്കുമ്പോ പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് നന്ദി. നമുക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങ് ചില സെക്യുലർ ഇടങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ അയ്യോ എന്താ യേശു എന്നുള്ള വാക്കൊന്നും പറയല്ലേ എന്നൊക്കെ അവിടുത്തെ അതോറിറ്റീസ് പറയും. അങ്ങനെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഇടത്തായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം പിന്നെ അറ്റ്ലീസ്റ്റ് ദൈവം എന്നെങ്കിലും പറയാവില്ല, ദൈവം എന്ന് പറയാമോ. പിന്നെ നമ്മൾ അങ്ങനെയെങ്കിലും അപ്പൊ നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഡോക്ടർ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെന്നുള്ള കാര്യം നമുക്കൊന്ന് അക്നോളജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ സ്ലൈഡ് ഇങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വചനത്തിന്റെ സൈഡും കൂടെ മനഃപൂർവ്വം ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അത് തിരിക്കുമ്പോൾ അവർ കാണണം. അപ്പൊ അവർ നോക്കുമ്പോൾ അത് അറിയാതെ അങ്ങനെ ഡോക്ടർ ഇൻക്ലൂഡ് ചെയ്താന്ന് പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ചാല് അത് നമ്മൾ ഫോക്കസ് ചെയ്തില്ല. പക്ഷെ അതിങ്ങനെ സ്ലൈഡ് തിരിക്കുമ്പോൾ അവർ കണ്ടോട്ടെ. പക്ഷെ ഞാൻ ആ സ്ലൈഡൊക്കെ തിരിച്ച് അടുത്ത സ്ലൈഡേ പറയത്തുള്ളൂ. പക്ഷെ എങ്ങനെങ്കിലും അത് സെപ്പറേറ്റഡ് ടു ദ ഗോസ്പൽ ഓഫ് ഗോഡ്. എവിടെ ചെന്നാലും ഇങ്ങനെ പൂച്ച എവിടെ ഇട്ടാലും 4 പേരെ എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ കൊണ്ട് ചെന്നിട്ടാലും പൗലോസിനെ എവിടെ കൊണ്ടിട്ടാലും പൗലോസിന് സുവിശേഷം പറയാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പൗലോസ് അവിടെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലെ ജയിലറോടും ചെന്ന് സുവിശേഷം പറഞ്ഞു. അപ്പൊ അവിടെ നമ്മളെ ഫിലിപ്പി ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ടല്ലോ. ഫിലിപ്പി ലേഖനത്തില് അതിന്റെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പൗലോസിനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പം അവിടെയും ഈ പെറ്റ് പെരുകാൻ തുടങ്ങിയെന്ന് പറഞ്ഞതുപോലെ ഈ ജീവൻ അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയല്ലേ. അപ്പം പിന്നെ അവിടെ പ്രിട്ടോറിയൻ ഗാർഡിലുള്ളവരും അത് അതിന്റെ 12-ാമത്തെ വാക്യത്തില് ഫിലിപ്പിയർ 1:12 ഇങ്ങനെ വായിക്കുന്ന സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നമുക്ക് എന്ത് ഭവിച്ചാലും നമ്മൾ കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ സുവിശേഷത്തിനായിട്ട്, കർത്താവിന്റെ ഈ സദ്വാർത്തയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ അത് സുവിശേഷത്തിന് അഭിവൃദ്ധിക്കായിട്ട് ആയിത്തീരും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ റോമർ 1:12 അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം റോമർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ഒരു വാക്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാല് അവിടെ 22-ാമത്തെ വാക്യം ഫിലിപ്പിയർ 4:22 വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ കൈസരുടെ അരമനയിലുള്ളവരെയൊക്കെ പൗലോസിന് എങ്ങനെ പരിചയം വന്നു? പൗലോസ് ജയിലിലായിരുന്ന സമയത്ത് ഈ കൈസരുടെ അരമനയിലുള്ളവര് ആയിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിലേക്ക് വന്നു. ജയിലിലുള്ളവരെയും അങ്ങനെയൊക്കെ എസ്പെഷ്യലി ദോസ് ഓഫ് സീസേഴ്സ് ഹൗസ് ഹോൾഡ് എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം പൗലോസ് ചെല്ലുന്നിടത്തൊക്കെ അത് ജയിലിലായാലും യാത്രയിൽ കപ്പൽ ഛേദം വന്നിരിക്കുന്ന സമയത്തും പൗലോസ് എന്താ ബാക്കിയുള്ളവരോട് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ സെർവ് ചെയ്യുന്ന ദൈവം, ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവം എന്നോട് അരുളി ചെയ്തു. നമ്മള് പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തി നമ്മളിപ്പോ റോമർ 1-ലാണല്ലോ ഉള്ളത്. തിരിച്ച് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് പോകുമ്പം അവിടെ ഒരു ഈശാനമൂലിനെ കാണുന്നുണ്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് ബൈബിൾ മാത്രം വായിക്കുന്നവർക്ക് ഈശാനമൂലം എന്ന് വായിക്കുമ്പോൾ എന്ത് പറയുന്നത് മനസ്സിലാവത്തില്ല. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബൈബിളിലെ യുറാക്കുലോ എന്നുള്ള ഒരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. മലയാളം ബൈബിളിലെ ഈശാനമൂലം എന്ന ആ ഒരു കൊടുങ്കാറ്റിന് പേരിട്ടേക്ക് നമ്മൾ വായിക്കുന്നത് യുറാക്കുലോ അല്ലെങ്കിൽ ഈശാനമൂലം. ഒരു വയലന്റ് വിൻഡ് ആയിരുന്നു. ഇപ്പൊ നമ്മളുടെ ഓഖി ചുഴലിക്കാറ്റ് വേറെ ഓരോന്നിന് ഇവര് പേരിടുകയല്ലേ എന്ന് പറയുന്ന പോലെ അന്നത്തെ ഈ കൊടുങ്കാറ്റിന്റെ പേര് ഈശാനമൂലൻ അല്ലെങ്കിൽ യുറാക്കുലോ. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിന് 14 അവിടെ 27:14 കർത്താവ് പൗലോസ് സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവനാണെന്നുള്ള കാര്യം ഒന്ന് പറയുക. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ വളരെ ആശാവിഹീനരായിട്ട് ഇരുന്നപ്പോ നമ്മൾ ആ ഈശാനമൂലനെ ആഞ്ഞടിച്ചപ്പോ ആശാവിഹീനരായി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഒരു പാട്ടിലൊക്കെ പാടുമ്പോ അത് ഇവിടുന്ന് ആ പാട്ടുകാരൻ എഴുതിയേക്കുന്നേ. അപ്പം പൗലോസ് എന്താ പറഞ്ഞേ? പൗലോസ് അതിന്റെ 21-ാമത്തെ വാക്യത്തില് പറയുക, അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെ ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലില്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ, കണ്ടോ എല്ലാവരും അപ്പോസ്തലപ്രവൃത്തി 27-ന്റെ 23-ാമത്തെ വാക്യം, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മള് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഭയങ്കര ബോംബ് സ്ഫോടനങ്ങളൊക്കെ പെട്ടെന്ന്
ഇറാൻ പെട്ടെന്ന് ഇന്ത്യക്കെതിരെ ഇവിടെയൊക്കെ ബോംബുകളൊക്കെ വർഷിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും കൂടെ ആപ്പാടെ ഭയചകിതരാകുമ്പോൾ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ നമ്മുടെ ഗൾഫിലെ സഹോദരങ്ങളൊക്കെ അതുപോലെ ധൈര്യത്തോടെ നിന്ന് പറയുമായിരിക്കും എന്ന് പറയുന്നത് പോലെ അവിടെ ഭയങ്കര യുനോ കപ്പലില് ഭക്ഷണ സാധനങ്ങളെല്ലാം തീർന്നു, അവരൊക്കെ വല്ലാത്തൊരു കഷ്ടതയിലായി. അപ്പം ആരും നിരാശപ്പെട്ടു പോകണ്ട, ഞാൻ ശുശ്രൂഷിച്ചു വരുന്ന, ഞാൻ സേവിച്ചു വരുന്ന ദൈവം എന്നോട് സംസാരിച്ചു. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ദൈവം എന്താ പറഞ്ഞേക്കുന്നേ, ഗോഡ് ഹസ് ഗ്രാൻഡഡ് യു ഓൾ ദോസ് ഹു ആർ സെയിലിംഗ് വിത്ത് യു. ഒരാൾക്ക് പോലും ജീവഹാനിയൊന്നും വരാതെ ദൈവം നിനക്ക് നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കും. 25-ാമത്തെ വാക്യം, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ, ചിലപ്പോൾ നമ്മുടെ വീട്ടില്, കുടുംബക്കാരുടെ ഇടയില്, നാട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5-9 വാക്യം എന്ന് പറയുന്നതുപോലെ നമ്മൾ സുവിശേഷത്തിനായി എവിടെയും നമുക്ക് കർത്താവിനെ ഉയർത്താനും, നമ്മൾ എന്തെങ്കിലും ഔചിത്യം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വെറുതെ കർത്താവ് എന്ന് പറയുന്നതല്ല, മറിച്ച് ദൈവം തരുന്ന ജ്ഞാനത്തില് മറ്റുള്ളവർക്കൊരു ഇത് ഇറിറ്റേഷൻ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറുതെ ഒരു ജീവനില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, മറിച്ച് കർത്താവ് തരുന്ന ജ്ഞാനത്തിലും സ്നേഹത്തിലും സൗമ്യതയിലും ബഹുമാനത്തോടെയൊക്കെ മറ്റുള്ളവരെ വെറുതെ അവരെ ചൊറിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സുവിശേഷം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ മറ്റുള്ളവരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹർട്ട് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും അല്ല നമ്മൾ പറയട്ടെ. നമ്മൾ കർത്താവിനെ ഉയർത്തുക, കർത്താവ് ചെയ്ത കാര്യങ്ങൾ പറയുക, നമ്മള് കർത്താവിനോടുള്ള രക്ഷയും നമ്മൾക്ക് ദൈവം ചെയ്ത കാര്യങ്ങൾ പറയുക, അല്ലാതെ നമ്മള് ഒരു ജ്ഞാനത്തോടെ പറയുക. അപ്പൊ ആ കർത്താവിന്റെ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവൻ, അപ്പൊ നമ്മുടെ ജീവിതം കർത്താവിന്റെ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതാണോ? അതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുക. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തില് നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ചിന്തിച്ചെങ്കിൽ ഈ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തില് പൗലോസ് ഇങ്ങനെ ഒരു വാക്യവും കൂടെ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പൗലോസ് വെറുതെ പറഞ്ഞായിരുന്നെങ്കിൽ പൗലോസ് വെറുതെ വിടുവാ പറഞ്ഞാന്ന് പറയും. ഇതിപ്പം പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ടതുകൊണ്ടാണ് ഇത് ദൈവവചനമായി തീർന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് ദൈവാത്മാവിനാൽ പറയുവാണ്. 1 കൊരിന്ത്യർ 9:23 എന്താ പറയുന്നത്? സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. അയ്യോ എന്റെ പൗലോസ് ഇത് എന്തേ പറയുന്നത്? അപ്പൊ പൗലോസ് കഞ്ഞി കുടിച്ചാലും ചായ കുടിച്ചാലും എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സുവിശേഷം നിമിത്തം. എന്താണെന്ന് വെച്ചാൽ താൻ ഭക്ഷണം കഴിച്ചാലും അത് എന്തിനു വേണ്ടിയാ? തനിക്ക് ആരോഗ്യമായിരിക്കണം. എന്തിനു വേണ്ടി ആരോഗ്യം? കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിന്റെ ഈ സുവിശേഷ, ഈ സദ്വർത്തമാനം തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ ബാക്കിയുള്ളവരിലേക്ക് അത് എത്തിക്കണം. അതാ ഭക്ഷണം ചെയ്താലും പാനം ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങൾ ദൈവനാമോഹത്തിനായിട്ട് ചെയ്യുന്ന ഇതേ 1 കൊരിന്ത്യർ 10:31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 9:23 നമ്മളിപ്പം വായിച്ച് എന്ത് ചെയ്താലും സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഇതേ പൗലോസിനെ നമ്മളിപ്പോ ഈ റോമർ 1-ലാണ് നമ്മളുള്ള. റോമർ 1:16 വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ പൗലോസ് പറയുക, എനിക്ക് വലിയൊരു കടമുണ്ടെന്ന് പറയുക. എന്താ പറയുന്നേ? എനിക്ക് എന്തുകൊണ്ടെന്നാ? വലിയൊരു കടമുണ്ട്. അതിന്റെ 14 വാക്യം, യവനന്മാർക്കും റോമർ 1 തിരിച്ച് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ കറന്റ് ലൊക്കേഷൻ എവിടെ എത്തി? നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കറന്റ് ലൊക്കേഷൻ അയക്കുന്നതാണെങ്കിൽ ഇപ്പൊ നമ്മൾ തിരിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 9 എങ്ങോട്ട് ചാടി തിരിച്ച് റോമർ 1-ാം അധ്യായത്തിന്റെ നമ്മള് ആ രണ്ടാമത്തെ വാക്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് എല്ലായിടത്തോട്ട് നമ്മൾ ചാടിപ്പോയേ. പക്ഷെ നമ്മൾ തിരിച്ചിവിടെ 1:14 വരുക. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അയ്യോ പൗലോസേ, ആർക്കും കടക്കാരനാകുന്നത് നീ തന്നെയല്ലേ കുറച്ച് കഴിയുമ്പോൾ റോമർ 13:8 പറഞ്ഞേക്കുന്നത്. ആർക്കും കടംപെട്ടിരിക്കുന്നത്, സ്നേഹത്തിനല്ലാതെ ആർക്കും കടംപെട്ടിരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിനാ കടംപെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? പൗലോസിന് ദൈവം വലിയൊരു നിക്ഷേപം തന്നേക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തരാൻ വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് 10 ലക്ഷം രൂപ തരാൻ വേണ്ടി, ആരും അങ്ങനെ വിചാരിക്കേണ്ട, ഒരു ഉദാഹരണം, 10 ലക്ഷം രൂപ തരാൻ വേണ്ടി എന്നെ ഒരാളുടെ 10 ലക്ഷം രൂപ, ഓരോരുത്തർക്ക് 10 ലക്ഷം രൂപ തരാൻ വേണ്ടി ഏൽപ്പിച്ചേക്കുന്നിരിക്കട്ടെ. അപ്പൊ എങ്ങനെങ്കിലും ഇത് എനിക്കൊരു നല്ല മനസാക്ഷി ഉള്ളവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് കൊടുത്തു തീർക്കുന്നിടം വരെ നമുക്കൊരു അയ്യോ ഇത് ഞാൻ കടക്കാരനാണല്ലോ, എങ്ങനെങ്കിലും ചെന്ന് കൊടുക്കണം, എങ്ങനെ ചെന്ന് എത്രയും പെട്ടെന്ന്, അയ്യോ ബ്രദറെ സിസ്റ്റർ അവിടെ ഉണ്ടോ, ഞങ്ങൾ അവിടെ ഇല്ല, സൂപ്പർ മാർക്കറ്റിൽ, ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് വരണം, എങ്ങനെങ്കിലും ചെന്ന് ഈ കടമൊന്ന് കൊടുത്തു തീർക്കണം. വെച്ചാൽ ഇപ്പൊ ഈ പോസ്റ്റ്മാന് അവർക്ക് അവര് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയൊരു ബാഗ് ലെറ്റർ മണി ഓർഡറുമായിട്ടൊക്കെ ഇറങ്ങും. എനിക്ക് മണി ഓർഡർ കിട്ടി, ഇത്രയും സഞ്ചിയിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോകാനൊക്കൂ, അങ്ങനെയാണെങ്കിൽ പിന്നെ പണി തെറിക്കും. അപ്പൊ എല്ലാം കൊടുത്ത് തീർത്തിട്ടേ പോകാനൊക്കത്തുള്ളൂ. ഹീസ് എ ഡെറ്റ് എന്ന് പറയുന്ന പോലെ ഞാൻ കടക്കാരനാകുന്നു. അപ്പൊ ഈ സുവിശേഷം, കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ ഈ വലിയ സ്നേഹവും ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ, അറിയുന്ന ആളുകളിൽ നമ്മളൊരു കടക്കാരൻ. നമ്മുടെ ആരും ഒരു കുറ്റബോധത്തിൽ ഏർപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് ഉള്ള പ്രാപ്തിക്കനുസരിച്ച് നമുക്ക് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് ചിലപ്പോൾ നമുക്ക് അങ്ങ് അതുപോലെ എല്ലാം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറയാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ നമുക്കൊരു ചിലരോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയാം,
നമുക്കൊന്ന് ഒരു ഉത്സാഹിപ്പിക്കാം, ഒരു നല്ല വാക്ക് പറയാം, നിങ്ങളൊരു മീറ്റിങ്ങിന് വന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പുസ്തകം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബൈബിൾ വായിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രയർ സിമ്പിൾ ഇടാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗൾഫിലുള്ള സ്ത്രീകളുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ അവരെല്ലാം അയ്യോ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഇതുവരെ ആർക്കും പ്രാർത്ഥിക്കണ്ടായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അവിടെ എല്ലാം ബോംബ് അവിടെ വീഴുന്നു ഇവിടെ വീഴുന്നു. അപ്പൊ ഇവരുടെ ഗേൾസ് ബാച്ച് ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സ്ത്രീകളെ അവിടെ പ്രാർത്ഥനയുടെ സിമ്പിളൊക്കെ ഇട്ട് യുനോ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്ന പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ വാക്യമൊക്കെ ആ അവസരം നോക്കി നമ്മൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു അങ്ങനല്ല, അവരർത്ഥത്തിലല്ല, എന്നാൽ നമുക്ക് ദൈവം തരുന്ന അവസരത്തിന് എന്തെങ്കിലും അവർക്കെങ്കിലും അത് പ്രയോജനപ്പെടട്ടെ. ചിലപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കണമെന്നില്ല, അവിടെ പല ജാതി മതസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ പുച്ഛിക്കുമായിരിക്കും. പക്ഷെ എങ്കിലും ആ ഒരു മരണത്തെ നേരായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലെ ആൾക്കാർക്ക് പലപ്പോഴും അവർക്ക് അപ്പോഴാ പ്രാർത്ഥിക്കണം, അപ്പോഴാ ജീവന്റെ വില, അപ്പോഴാ ഇനി എന്താവും. അതുവരെ നമ്മളങ്ങ് നിത്യമായിട്ട് ജീവിക്കുന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ജീവിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, പെട്ടെന്ന് ഇനിയിപ്പോൾ എല്ലാം പോകും എന്നുള്ളൊരു അവസ്ഥ വരുമ്പം ജീവിതത്തിൽ നൈമിഷികമാണ്. ഞാൻ ഇതിനു ശേഷം ഇങ്ങോട്ടാ പോകാനുള്ളതെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഭയപ്പാടും അങ്കലാപ്പും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് കടം വീട്ടാനുള്ള ഒരു അവസരം നമുക്ക് ദൈവം തരുന്ന ജ്ഞാനത്തിന് ഒത്തു വേണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറയുന്നുണ്ട്. പ്രാവിനെ പോലെ നിഷ്കളങ്കരും, ആദ്യം പറയുന്ന പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ, പിന്നെ പാമ്പിനെ പോലെ നിഷ്കളങ്കരെന്ന കർത്താവ് അവിടെ മത്തായി 10:16 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ജ്ഞാനത്തോട് പറയണം നമ്മളത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുന്ന ഭാഷയിൽ, മറ്റുള്ളവർക്ക് അതൊരു അതൊരു വെറുതെ അവരെ ചൊറിയാനോ ഒഫൻസ് ആവുന്ന രീതിയിലല്ലാത്ത രീതിയിൽ മുത്തുകൾ പന്നികൾക്കും നായ്ക്കൾക്കും നിറഞ്ഞു കൊടുക്കരുതെന്നും കർത്താവ് മത്തായി 7:5-6 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ആർക്ക് എങ്ങനെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളതെല്ലാം വളരെ ജ്ഞാനത്തോടെ ദൈവം തരുന്ന ആ ഒരു ജ്ഞാനത്തോടെ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മളായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ അവർക്കത് മനസ്സിലാക്കാൻ എളുപ്പം എന്നുള്ള രീതിയിൽ നമ്മളതൊക്കെ ഒന്ന് കണ്ട് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമ്മളിപ്പം ആ ഒരു മുസ്ലിം മതസ്ഥനായിരുന്നെങ്കിൽ, ഞാനൊരു ഹിന്ദു മതസ്ഥനായിരുന്നെങ്കിൽ എന്നോട് ഒരാൾ ഒന്ന് ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഇപ്പം ക്രൈസ്തവൻ തന്നെ ആയിരിക്കും, ചിലപ്പം വേറെ ഒരു സുവിശേഷം അറിയാതെ പാരമ്പര്യ ക്രിസ്ത്യാനിയോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പൊ എങ്ങനെ വന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഇഷ്ടം? വെറുതെ നമ്മളെ അങ്ങ് ആക്ഷേപിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ ബോംബിട്ട് സമാധാനം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് പോലെ ട്രംപ് ബോംബിട്ട് സമാധാനം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ തമാശക്ക് പറയും ട്രംപ് അദ്ദേഹത്തെ ദൈവം പല രീതിയിലൊക്കെ ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും. അപ്പൊ ഞാൻ പറഞ്ഞത് ബോംബിട്ട് സമാധാനം പ്രഖ്യാപിക്കുന്നത് പോലെ അങ്ങനെ ഒരു രീതിയിൽ ഈ ഇറച്ചി കച്ചവടക്കാരൻ സുവിശേഷം പറഞ്ഞതുപോലെ, അല്ലെ, ഇറച്ചി കച്ചവടക്കാരന് സുവിശേഷം പറഞ്ഞാൽ നമുക്കറിയാം. ഇറച്ചി കത്തിയെല്ലാം ഇങ്ങനെ മുറിച്ചു കൂട്ടിക്കൊണ്ട് ഒരു പെങ്കുച്ചു വന്ന് ഇറച്ചി വാങ്ങിക്കുമ്പോൾ, നീ ഇപ്പം മരിച്ചു പോയാ നീ എങ്ങോട്ട് പോകും എന്ന് പറയുന്നത് പെങ്കുച്ച് പേടിച്ച് ഓടിപ്പോയോ, ഇനിയിപ്പോ ഇദ്ദേഹം എന്നെ കൊല്ലാനങ്ങാണം വരുന്നതാണ് എന്ന് പറഞ്ഞതിൽ അവർ ഔചിത്യം ഇല്ലാതെ നമ്മള് അങ്ങനെയുള്ള ആ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് മനുഷ്യർക്ക് നമ്മളായിരുന്നു അവരുടെ സ്ഥാനത്തേക്ക് എങ്ങനെ പറഞ്ഞാലായിരിക്കും നമുക്കത് കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ കത്തുന്നേ, കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. ആ ഒരു രീതിയിൽ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, സൗമ്യതയോടെ എന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നു. എന്നാൽ പറയേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറയണമെന്നുമില്ല. നമുക്ക് അവരുടെ ആ ഒരു റെസപ്റ്റീവ്നെസ്, അവരുടെ ആ ഒരു സ്വീകാര്യത, അവർക്ക് ഇപ്പൊ ഒരു ചെറിയൊരു സ്ലേറ്റ് ആണെങ്കിൽ കുറച്ച് അതിനകത്ത് എഴുതാനൊക്കെ ഉള്ളൂ. വലിയ ബ്ലാക്ക് ബോർഡ് ആണെങ്കിൽ നമുക്ക് കുറെ എഴുതാനൊക്കെ, ചെറിയൊരു സ്ലേറ്റ് ആണെങ്കിൽ കുറച്ച് എഴുതാനൊക്കത്തുള്ളൂ. ചെറിയൊരു പേപ്പറിന്റെ ചെറിയ കഷ്ണമാണെങ്കിൽ കുറച്ച് അതിനകത്ത് എഴുതില്ല. അപ്പൊ അവരുടെ റെസപ്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ടുള്ള ഒരു ഊഷ്മള ബന്ധവും അവരുടെ ആ ഒരു എത്രമാത്രം അവർ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ടോ അതിനനുസരിച്ചേ നമുക്ക് അവർക്ക് പറയാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒരു സ്പൂണിലോട്ട് ഒഴിച്ചാൽ എന്തോ കിട്ടും? സ്പൂണിന് എല്ലാം കൂടി അവിടെ സ്പൂണും കൂടി ഉള്ളതും കൂടെ താഴെ വീഴും എന്ന് പറയുന്നത് വരെ നമ്മള് എന്താണ് പറയുന്നത്, ഈ നമ്മള് ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പം ഈ നമ്മളിപ്പം ഈ പ്രഷറൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലില് ഇവിടെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. ഐസോട്ടോണിക് സലൈൻ 0.9% നോർമൽ സലൈൻ വേണം സാധാരണഗതിയിൽ ഇൻഫ്യൂസ് ചെയ്യാൻ. ചില സമയത്ത് കുറച്ച് കൂടുതൽ ഇൻഫ്യൂസ് ചെയ്യുന്നതും ഉണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഒരു ഐസോട്ടോണിക് 0.9% സലൈൻ, നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ സലൈൻ എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പോട്ടോണിക്, അതിന്റെ ആ അളവ് കുറഞ്ഞാലും കുഴപ്പമാ, കൂടിയാലും കുഴപ്പം. ഹൈപ്പർട്ടോണിക് സലൈൻ നമ്മൾ എല്ലാം കൂടെ, നിങ്ങൾ ഇപ്പം മരിച്ചാൽ ഇപ്പം നിങ്ങൾ നരകത്തിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവരെ അടച്ചാക്ഷേപം, നിങ്ങളിപ്പോ എല്ലാം നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ സാത്താനെയാണ് ആരാധിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് ആ ഒരു രീതിയിൽ അങ്ങ് ആക്ഷേപിക്കുന്ന രീതിയിലായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും?
അവർക്ക് അവർ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ അങ്ങ് വ്രണപ്പെട്ട് നമ്മളെ പിന്നെ അടുപ്പിക്കാതെ തന്നെ ആവും. നമുക്ക് നമ്മളോട് ഒരു വെറുപ്പ് മാതിരി. അപ്പൊ ഒരു ഹൈപ്പർടോണിക് സലൈൻ കൊടുക്കാനും അല്ല, എന്നാൽ ഹൈപ്പോടോണിക് ആയിട്ട് എല്ലാം ശരിയാ അതും ശരിയെന്ന് പറഞ്ഞ് നമ്മളൊരു അഴകുഴമ്പനായിട്ട് ഒന്നും പറയാതെ അങ്ങ് വരുന്നതുമല്ല. എന്നാൽ ദൈവം തരുന്ന ജ്ഞാനത്തിനൊത്തവണ്ണം ഐസോടോണിക് പറയുന്നത് നമ്മുടെ സത്യമായിരിക്കണം. പക്ഷെ എല്ലാം ഒരു തവണ കൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു തീർത്ത് ഇപ്പൊ തന്നെ അവരെ മനസാന്തരപ്പെടുത്തി സ്ഥാനപ്പെടുത്തി ഇനിയിപ്പോ അങ്ങ് സഭയിലാക്കാമെന്ന് നമുക്ക് പറ്റത്തില്ല. അത് ദൈവം തന്നെ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ ഞാനത് പറഞ്ഞു, സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ആ ഒരു സുവിശേഷം പറയുന്ന ഒരു കാര്യം അതാ. അതിനെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന്. അപ്പൊ നമ്മളിപ്പോ കടക്കാരനാന്ന് 14-ാമത്തെ വാക്യത്തിൽ കണ്ടു. 16-ാമത്തെ വാക്യത്തില് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമർ 1:16 എന്താ വാക്യം? ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. നമുക്ക് ശരിയാണ്, നമ്മുടെ ജഡത്തില് ചിലരുടെ മുമ്പിൽ വെച്ച് അവര് എന്നെ കർത്താവ്, ഞാൻ കർത്താവ് എന്ന വയസ്സു എന്നൊക്കെ പറഞ്ഞ് അവര് കളിയാക്കും എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ജഡത്തിലൊരു ലജ്ജയൊക്കെ വരാം. പക്ഷെ നമ്മള് കർത്താവിന്റെ ഒരു അടിമദാസനായി തീരുന്നതിനെ, അടിമദാസൻ അവിടെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, ആ അടിമദാസന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ കോട്ടേജ് മീറ്റിംഗ് നമ്മൾ കണ്ടത്. നമ്മൾ കർത്താവിന്റെ അടിമദാസനായിട്ട് കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനാകുമ്പോൾ കർത്താവിന്റെ സുവിശേഷത്തെ കുറിച്ച് നമുക്കൊരു അഭിമാനമായിരിക്കണം ഉണ്ടായിരിക്കും. ശരിയാ, ചിലർ നമ്മളെ നിങ്ങളിത് മണ്ടത്തരോ പറയുന്ന ഈ നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഈ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നവരുണ്ട്. ഇത് ഭോഷത്വമാണ്, ഇത് ആർക്കാ ഭോഷത്വം? നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭോഷത്വമാണെന്ന് 1 കൊരിന്ത്യർ 1:18 ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെന്ന് പറയുന്നുണ്ട്. ആ സന്ദേശത്തിന്റെ ഭോഷത്വത്തിലൂടെ തന്നെ ദൈവം ജനങ്ങളെ രക്ഷിക്കുന്ന കാര്യമാണ് നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം ശരിയാ, നമ്മളെ കളിയാക്കുന്നവരും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അവിടെ നമ്മൾ ആ മനുഷ്യമാനത്തിനങ്ങ് മരിച്ച് കർത്താവെ അവരെ ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇല്ലേലും ശരിയാ, അവരെന്നെ കളിയാക്കുമായിരിക്കും. ഇവന് ഒരു നാണമില്ലേ, ഷെയിമില്ലേ, ലജ്ജയില്ലേ, ഇതും പറഞ്ഞുകൊണ്ട് നടക്കുവാണ്, ഞങ്ങൾ മതം മാറ്റാൻ വരുവാണോ എന്നൊക്കെ ചോദിക്കുന്നവർ കാണും. നമ്മൾ എത്ര ജ്ഞാനത്തോടെയും സൗമ്യതയോടെയും സ്നേഹത്തോടെയൊക്കെ പറഞ്ഞാലും അതുപോലൊക്കെ പറയുന്നവർ കാണും. പക്ഷേ എന്താ നമ്മള് കർത്താവിന് മുമ്പാകെ, കർത്താവ് എനിക്ക് പൗലോസിനെ പോലെ ഇതുപോലെ പറയാൻ സാധിക്കണം. എനിക്ക് ഐ എം സെപ്പറേറ്റഡ് അൺടു ദ ഗോസ്പൽ. ഞാൻ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവനാണ്. ഞാൻ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ ഈ സുവിശേഷത്തെ പ്രതി ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എന്നെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം തരുന്ന അവസരങ്ങൾ നമുക്ക് എല്ലാവരോടും ചെന്നിപ്പം ലോകത്തിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞാലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു മനുഷ്യനാണ്, നമുക്ക് പരിമിതിയുണ്ട്. നമുക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ലോകമുണ്ട്. നമ്മുടെ ചില കോണ്ടാക്ട്സ്, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ, നമുക്ക് ദൈവം അങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്ന ചില സന്ദർഭങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ദൈവം തരുന്ന അവസരത്തിൽ ആ ഒരു കടം തീർക്കാനായിട്ട്. അല്ലാതെ ഞാൻ കടക്കാരനാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ബേൺഡ് ഔട്ട് ആയി പോകണമെന്നുള്ള കാര്യമല്ല പറയുന്നത്. ബേൺഡ് ഔട്ട് ആയി പോകണമെന്ന് വെച്ചാൽ നമ്മളങ്ങ് ക്ഷീണിച്ച് വശായോ ഞാൻ ഇനിയിപ്പോൾ എല്ലാവരോടും ആ ഒരു വേറൊരു എക്സ്ട്രീമിലോട്ട്, ഒരു ന്യൂറോട്ടിക് ബ്രേക്ക് ഡൗണിലോട്ട് പോകുന്ന കാര്യമല്ല, നെർവസ് ബ്രേക്ക് ഡൗണിലോട്ട് പോകുന്ന കാര്യമല്ല. മറിച്ച് ഒരു ദൈവം തരുന്ന ഒരു ജ്ഞാനത്തിനൊത്തവണ്ണം അതായത് എന്ത് ചെയ്താലും ഇത് സുവിശേഷത്തിനായിട്ട് ചെയ്യുന്നു എന്ന് പറയാൻ തക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ 2-ാമത്തെ വാക്യം, സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനായി അയക്കപ്പെട്ടെന്നുള്ളതാണ് ആ വാക്ക് എന്നുള്ള കാര്യവും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോസ്തലന് 12 പേര് അല്ലാതെ വേറെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന കാര്യമൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് അടിമദാസനായ പൗലോസ് കഴിഞ്ഞ കോട്ടേജ് മീറ്റിംഗിൽ ആ അടിമദാസൻ, ജീവിതം വിളക്കപ്പെട്ട അടിമദാസനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 3-ാമത്തെ വാക്യത്തിൽ റോമയിൽ ദൈവത്തിന് പ്രിയരും. അപ്പൊ നമ്മൾ ആരാ? അഗാപ്പിറ്റോസ്, ദൈവത്തിന്റെ പ്രിയരാണ്. വി ആർ ദ ബിലവഡ് ഓഫ് ഗോഡ്. നമ്മുടെ ഉത്തമഗീതത്തില് എന്താ പറയുന്നേ? ആ കാന്തയെ കുറിച്ച് പറയുന്നത് പ്രിയ, എന്റെ പ്രിയൻ, എന്റെ പ്രിയ, ബിലവഡ്. കർത്താവ് വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. പ്രിയനിൽ നമ്മൾ, അത് മലയാളം പരിഭാഷയിൽ അങ്ങനെ അത് വരുന്നില്ലെങ്കിലും എഫേസർ 1:6 എടുത്ത് നോക്കുവാണെങ്കിൽ അത് NKJV പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക രീതിയില. എഫേസർ 1-ാം അധ്യായത്തിന്റെ സ്ത്രീയില് എന്നിൽ നിന്ന് ആദ്യമായിട്ട് കേട്ട വചനം ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ തിരുവല്ലയിൽ ഇന്ന് തിരുവല്ല സഭയിലായിരുന്നു. ഞാനപ്പോ അവിടെ ഉണ്ടായിരുന്നു, വെല്ലൂരിന്ന് വന്ന സമയത്ത്. അപ്പൊ സ്ത്രീകളെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഞാൻ വചനം അന്ന് സൗരങ്ങളെ വന്ന് സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഈ എഫേസർ 1:6 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, ഫ്രീലി ബെസ്റ്റോഡ് ഓണസ് ഇൻ ദ ബിലവഡ് എന്ന NASB എന്ന മലയാളത്തില് 6-ാമത്തെ വാക്യത്തിൽ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ എന്നുള്ളതാണ്. അതായത് NKJV ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്, പ്രിയനിൽ
സ്വീകരിക്കപ്പെട്ടവൻ, അംഗീകരിക്കപ്പെട്ട, നമ്മളെ ദൈവത്തിൽ അംഗീകരിക്കപ്പെട്ട. അപ്പൊ ഞാൻ അന്ന് ആ വാക്യമായിരുന്നു ആദ്യമായിട്ട് എഫേസ്യർ 1:6 വാക്യമായിരുന്നു അന്ന് അന്ന് ഷെയർ ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്ക് അത് എപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ പിന്നീട് എന്റെ പ്രപ്പോസല് എൽഡേഴ്സ് വഴിയൊക്കെ വന്നപ്പോൾ എൽഡറായിട്ടുള്ള ബ്രദർ സ്ത്രീകളോട് ചോദിച്ചു, ക്യാൻ യു ലുക്ക് അപ് ടു ഹിം? ബഹുമാനത്തോടെ നോക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ഈ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ പിന്നെ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ലുക്ക് അപ് ടു ഹിം. അപ്പൊ പിന്നെ ഈ വാക്യമായിരുന്നു ഞങ്ങളുടെ റിസപ്ഷൻ, ഞങ്ങളുടെ കല്യാണക്കുറിയൊന്നും അടിക്കേണ്ട വന്നില്ല എന്ന് വെച്ചാൽ അത് വളരെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയുന്ന പോലെ വളരെ ഇങ്ങനെ ഭയങ്കര ഒരു സംഭവ വികാസം നിറഞ്ഞ ഒരു കല്യാണമായിരുന്നു. വളരെ ഞങ്ങളുടെ വീട്ടിലെ ഹാളിൽ വെച്ച് ഞങ്ങൾ കൂടാതെ പിന്നെ ഒരു 16 പേരും കൂടെ ഉള്ളായിരുന്നു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ. അതുപോലെ സീക്രട്ടീവായിട്ട് നമ്മുടെ ചർച്ചിലെ എൽഡേഴ്സ് വന്ന് നടത്തേണ്ട ഒരു സ്ത്രീകളുടെ പേരൻസ് ഭയങ്കര എതിരായിരുന്ന സമയമായിരുന്നുകൊണ്ട് എന്റെ പേരൻസ് ഓക്കെ ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾ 1.5 വർഷത്തോളമൊക്കെ കാത്തിരുന്നതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുശേഷം പിന്നെ വെല്ലൂരിൽ നിന്ന് ഒരു മാസത്തിന് ശേഷം ഒരു റിസപ്ഷനായിട്ട് നടത്തിയപ്പോൾ അതിനൊരു കല്യാണക്കുറി അല്ല, റിസപ്ഷന്റെ കുറി അടിച്ചപ്പോൾ അവിടെ ഈ വാക്യമായിരുന്നു ഞങ്ങള് അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്. ഈ ഒരു വാക്യമായിരുന്നു അവിടെ ഈ കല്യാണക്കുറിയുടെ അത് ഇങ്ങനെ അതിന്റെ ആ ഒരു കുറിവാക്യമായിട്ട് അന്ന് എഴുതിയതെന്ന് ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്, നമ്മൾ റോമിൽ പ്രിയരായവർക്ക് വേണ്ടി നമ്മൾ കർത്താവില് നമ്മള് പ്രിയനാകുന്ന കർത്താവിൽ നമ്മള് അംഗീകരിക്കപ്പെട്ടവരാണ്. ആ ഒരു മലയാളത്തിലും ഗ്രീക്കിലും ഒക്കെ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പല രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പ്രിയനായനിൽ നമുക്ക് സൗജന്യമായി നൽകിയ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കരീറ്റാവോ എന്നുള്ളൊരു ഗ്രീക്ക് വാക്കാം. കരീറ്റാവോ എന്ന് പറഞ്ഞാൽ ടു മേക്ക് ഗ്രേസ്ഫുൾ, ടു ഓണർ വിത്ത് ബ്ലെസ്സിങ്സ്, ഹൈലി ഫേവേർഡ് വൺ. ആ കരീറ്റാവോ എന്നുള്ള അതേ വാക്ക് തന്നെയാണ് കൃപ നിറഞ്ഞവളെ എന്ന് ആരെ വിളിക്കുന്നത്. ഇപ്പൊ ഈ കരീറ്റാവോ എന്നുള്ള വാക്ക് 2 തവണയെ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഈ എഫേസ്യർ 1:6, മറ്റൊന്ന് എവിടാന്ന് ചോദിച്ചാൽ ലൂക്കോസ് 1:28 ഗബ്രിയേൽ മാലാഖ വന്ന് മറിയത്തിനോട് പറയുമ്പോൾ ലൂക്കോസ് 1:28 പ്രിയൻ എന്നുള്ള വാക്കിൽ നിന്ന് വരുവാണ്, ഗ്രീറ്റിംഗ്സ് ഫേവേർഡ് വൺ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ലൂക്കോസ് 1:28 ആ കൃപ ലഭിച്ചവളെ എന്നുള്ള വാക്കി കരീറ്റാവോ എന്നുള്ള വാക്കാം. ഫേവേർഡ് വൺ, കരീറ്റാവോ. പിന്നെ അത് എഫേസ്യർ 1 നമ്മൾ ഒരിക്കലും കത്തോലിക്ക സഹോദരങ്ങളൊക്കെ മറിയത്തിന് മാത്രം കൃപ ലഭിച്ചവളെ എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസികൾക്കും കരീറ്റാവോ ആണ്. നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് എല്ലാവർക്കും കരീറ്റാവോ, നമ്മള് കർത്താവിന്റെ കൃപ ലഭിച്ചവരാണ്. നമ്മള് കർത്താവിന്റെ കാരിസ് എന്നുള്ള വാക്കാണ് കൃപ, കരിസ്മ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരിസ് എന്ന് പറഞ്ഞാൽ കൃപ, അപ്പൊ കരീറ്റാവോ എന്ന് പറഞ്ഞാൽ കൃപ ലഭിച്ചവൻ, കൃപ ലഭിച്ചവൾ, ഹൈലി ഫേവേർഡ് വൺ. ദൈവത്തിന്റെ കൃപ, അതായത് പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ അത് കറക്റ്റ് ട്രാൻസ്ലേഷൻ തന്നെ. ഇംഗ്ലീഷില് NASB ഫ്രീലി ബെസ്റ്റൗഡ് ഓൺ us ഇൻ ദ ബിലവഡ്, അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ്, ആ പ്രിയനായവനിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിൽ NKJV ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ നമ്മള് കർത്താവ് നമ്മളുടെ പ്രിയനാണ്, നമ്മളും കർത്താവിൽ പ്രിയരാണ്. അതാ നമ്മളെ സ്നേഹിക്കപ്പെട്ടവരാണ്. അത് പ്രിയരും എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെട്ടവർ, ബിലവഡ്. നമ്മള് ഇന്ന് ലോകത്തില് ചെറുപ്പക്കാർക്കൊക്കെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാറ്റിങ്ങിൽ ആരെങ്കിലും വന്ന് പറയും ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേക്കും ഓരോരുത്തരൊക്കെ വീണു പോകും. എന്നുവെച്ചാൽ അതാണ് സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ പല ഹണി ട്രാപ്പും പല വഞ്ചനകളും പല ട്രാപ്പുകളും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്തിലൊക്കെ ഇന്ന് പലരും അങ്ങ് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള വല്ലാത്തൊരു ലോകത്തില്ല. വിവാഹിതര ബന്ധങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള അപജയങ്ങള്, പിന്നെ വിവാഹിതരല്ലാത്തവര്, അതുപോലൊക്കെയുള്ള ഒത്തിരി വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പലർക്കും എന്താ സ്നേഹം കിട്ടുന്നില്ല. എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, എന്റെ ഭാര്യ എന്നോട് മിണ്ടുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറെ ആരോ മിണ്ടുന്നു, വേറെ ആരോ സ്നേഹിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പം പിന്നെ ആ സ്നേഹം എന്നും പറഞ്ഞ് പോയി അവസാനം ഇദ്ദേഹം പിന്നെ പലരെയും ഇതുപോലെ സ്നേഹിക്കുന്നതാണ് മനസ്സിലാകുന്നു. പിന്നെ നാണം കെട്ട് വരുന്ന തരത്തിലുള്ള ഒത്തിരി പേര് അങ്ങനെയുള്ളവരൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വരാറുണ്ട്. പിന്നെ ഈവൻ ക്യാമ്പസിലൊക്കെ ഓരോരുത്തർ സ്നേഹം കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചു പിടിച്ചും ഒക്കെ വല്ലാത്ത പ്രയാസം, പിന്നെ ബ്രേക്കപ്പ് ആയി, അതാണ് ഇതാണ്. പക്ഷെ കർത്താവിനാൽ ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ്, ഐ എം എ ബിലവഡ് ഇൻ ക്രൈസ്റ്റ്. അതാ നമ്മള് ഇംഗ്ലീഷിൽ റോമർ 1:7 വാക്യത്തിൽ ഏറ്റു ഓൾ ഹു ആർ ബിലവഡ് ഓഫ് ഗോഡ് ഇൻ റോം, ദൈവത്തിൽ പ്രിയരായവർ. അതാ നമ്മളിപ്പോ 3 റോമയിൽ ദൈവത്തിന്റെ പ്രിയരാണ്. ഐ ആം ബിലവഡ് ഓഫ് ഗോഡ് ഇൻ കരുനാഗപ്പള്ളി, ഓരൻ മുട്ടം, ഓരൻ കറ്റാനം, ഓരൻ രാമപുരം, അല്ലെങ്കിൽ പട്ടവള്ളി മാർക്കറ്റ്,
എവിടെയാണ് വടകര, കൊയിലാണ്ടി, ബാംഗ്ലൂർ, കൊട്ടാരം, പ്രിയ തിരുവനന്തപുരം, പിന്നെ കൊല്ലം, എന്റെ അവിടൊക്കെ പങ്ക് കർത്താവിൽ പ്രിയരായവർ, ബിലവഡ് ഓഫ് ഗോഡ് സച്ച് എ പ്ലേസ്. ദൈവത്താൽ ദൈവത്തിന്റെ പ്രിയനാണ് ഞാൻ. നമ്മളത് കണ്ടു. നമ്മൾ ആ ബഥാനിയെ കുറിച്ച് പറയുമ്പം യോഹന്നാൻ 11-ാം അധ്യായത്തില് ബഥാനിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആരുടെ ബഥാനിയ എന്ന് പറയുന്നത്? അവിടെ വേറെ വലിയ വലിയ പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ കാണും. ബഥാനിയില് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പിന്നെ വലിയ വലിയ ധനാഢ്യന്മാരും വലിയ 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 ആൾക്കാരൊക്കെ കാണും. പക്ഷെ ഇത് ആരുടെ ഗ്രാമമാണെന്നാ പറയുന്നത്? ഇത് മറിയയുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമം എന്നാണ് യോഹന്നാൻ 11:1 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വായിച്ചറിഞ്ഞാൽ അതങ്ങ് എടുത്ത് വായിക്കാം. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ. അപ്പം കർത്താവ് നോക്കുമ്പോൾ ഇന്നയാളുടെയും ഗ്രാമമായ അല്ലെങ്കിൽ പട്ടണമായ ഇന്ന സ്ഥലം എന്നായിരിക്കും കർത്താവിടെ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ആൾക്കാര് ഇവിടുത്തെ വലിയ 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 പുള്ളികളെയും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളും വലിയ വലിയ പണക്കാരുടെയൊക്കെ പേരിലായിരിക്കും ഇന്ന് ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. ഇന്ന് അവിടെ സ്വർഗത്തിൽ ദൈവം എങ്ങനെ എന്റെ മോന്റെ സ്ഥലമാണ് നീ ഇന്നത് എന്നുള്ള രീതിയിൽ അവിടെ കർത്താവ് ദൂതന്മാർക്ക് പറയുന്നത്. അപ്പൊ അതാ ബിലവഡ് ഓഫ് ഗോഡ്. അവിടെ റോം എന്ന് പറഞ്ഞാൽ എന്തുവാ? അന്നത്തെ റോമിലെ വലിയ വലിയ ചക്രവർത്തിയും ബാക്കി വലിയ വലിയ പരിവാരങ്ങളൊക്കെ ഇരിക്കുമ്പം ഈ പാമ്പ് പിടിച്ച കുറച്ച് വിശ്വാസികൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഇവരെയാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ടുള്ളത്. എന്നുവെച്ചാൽ വലിയ വലിയ ആൾക്കാരുള്ളപ്പോ ദൈവം അവരെയൊക്കെ ബൈപ്പാസ് ചെയ്ത് വന്ന് ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തിയ ഒരു രംഗം നമ്മൾ വേറൊരിടത്ത് കാണുന്നത് എവിടാന്ന് ചോദിച്ചാൽ ലൂക്കോസ് 3-ാം അധ്യായത്തില് നമ്മളത് സാഗ്ബഹത്തിൽ കേട്ടിട്ടുണ്ട്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പല പല ഭരണാധികാരികൾ ഇന്നത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്നയാളെ അത് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ വചനം ആ ഒരു യോഹന്നാന് സ്നാപകന് കിട്ടി. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ലൂക്കോസ് 3-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ ലൂക്കോസ് 3-ാം അധ്യായത്തില് ഈ സഹോദരന് ഒരു 4-ാം അധ്യായം വരെ 5-ാമത്തെ വാക്യത്തിൽ തുടങ്ങേണ്ട ആള് ഇപ്പോഴും 3-ാമത്തെ വാക്യത്തിൽ ഇദ്ദേഹം BC മാതിരിയെ പോകുന്നതെന്ന് നമുക്ക് തോന്നി. ഈ ബിഫോർ ക്രൈസ്റ്റ് വർഷങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നതല്ലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അല്ലെ. ലൂക്കോസ് 3-ാം അധ്യായത്തില് തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോ, അപ്പൊ ഇന്നാളൊക്കെ വാഴുന്നുണ്ട്, വലിയ വലിയ വാഴ്ചയൊക്കെ നടക്കുന്നുണ്ട്. ലൂക്കോസ് 3:2 ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ പിന്നെ കടിച്ചപ്പെട്ടത് ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബിലേനിയയിലും ഇടപ്രഭുക്കന്മാരെയും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഇന്ന് വലിയ വലിയ ആൾക്കാർ മഹാപുരോഹിതന്മാരായിട്ട് ഇരിപ്പുണ്ട്. മഹാപുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ അന്ന് ദൈവത്തിന്റെ അങ്ങ് ഏറ്റവും അടുത്തിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നത്. മഹാപുരോഹിതന അന്നാസും കയ്യഫാവും ഒക്കെ അവരാ പിന്നെ കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി മുമ്പിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവരൊക്കെ മഹാപുരോഹിതന്മാരായിട്ടിരിക്കുക. ഇന്നും വലിയ മതമേലാളന്മാരും വലിയ വലിയ രാഷ്ട്രപതികളും രാഷ്ട്ര സൈന്യാധിപന്മാരും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പാവം പിടിച്ച് നമ്മളെപ്പോലുള്ളവരെ ആ കർത്താവ് തേടി വന്നത്. അപ്പൊ ഇതാ നമ്മള് പ്രിയരായ. അപ്പൊ അവിടെ മരുഭൂമിയിൽ യോഹന്നാന് കർത്താവിന്റെ വചനം അരുളപ്പാടുണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ ജ്ഞാനികളെയും വിവികളെയും ഒക്കെ മറച്ചു വെച്ച് ശരിയാണ്. ചിലപ്പോൾ നമുക്ക് പൊസിഷനോ പണമോ ഒക്കെ ദൈവം തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും പുകഴാതെ നമ്മളൊരു വട്ടപൂജ്യമായിട്ട് ദൈവഭാഗം ആയിരിക്കുമ്പോഴാണ് കർത്താവിന്റെ അരുളപ്പാട് നമുക്ക് ഉണ്ടാവുന്നത്. ജ്ഞാനികളെയും വിവികളെയും മറച്ചു വെച്ചിട്ട് ഇത് ആർക്ക് വെളിപ്പെടുത്തി? ശിശുക്കൾക്ക് വെളിപ്പെടുത്തി എന്ന് എവിടെ വായിക്കുന്നേ? മത്തായി 11:25 വാക്യത്തിൽ നമ്മൾ അതാ വായിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പം റോമിൽ 3-ാമത്തെ വാക്യം, റോമർ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടവർന്നും അവിടെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മള് കോൾഡ് സെയിൻസ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വിശുദ്ധന്മാരായി വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മൾ വിളിച്ചു, കർത്താവ് നമ്മളെ പേർ ചൊല്ലി വിളിച്ചു. കാരണം നമ്മള് വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പൊ വിശുദ്ധൻ എന്ന് പറയുന്നത് എന്താ? ഇന്ന് പാരമ്പര്യ സഭകളൊക്കെ വിശുദ്ധന്മാരായിട്ട് ചിലരെയൊക്കെ ഇങ്ങനെ വാഴിക്കും. കുറെ അത്ഭുതങ്ങളൊക്കെ നടന്ന് ഓരോരുത്തരെ കൊണ്ടൊക്കെ സാക്ഷിയൊക്കെ പറയിപ്പിച്ച് ഇങ്ങനെയൊക്കെ എന്നാണ് വിശുദ്ധരായിട്ട് വാഴ്ത്തി. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമ്മള് കർത്താവിൽ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആരാ? വിശുദ്ധനും വിശുദ്ധ സെയിന്റ് സോ ആൻഡ് സോ നമ്മളുടെ എന്റെ മുമ്പാകെ സെയിന്റ് എന്ന കർത്താവ് ചേർക്കുന്നത്. അപ്പൊ നമ്മളെ ആ ഒരു സ്ഥാനം, നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് ജീവിച്ച് വരണം. അതൊരു വളർച്ചയാ. പക്ഷെ എങ്കിലും ദൈവം നമ്മളെ ക്രിസ്തുവിൽ നീതീകരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ നീതി വസ്ത്രം നമുക്ക് തന്ന് നമ്മളെ വിശുദ്ധരായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക കർത്താവ്. പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേരും നമ്മള് കുഞ്ഞു പിള്ളേരായിരിക്കും. പക്ഷെ എങ്കിലും കുഞ്ഞു പിള്ളേരെ എൻ്റെ ഇടയ്ക്ക് വരാൻ വിടുവിൻ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്കല്ലയോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്നുവെച്ചാല്
അവർക്കും കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന നമ്മൾ കുഞ്ഞു പിള്ളേര് ആരായി തീരും? വിശുദ്ധനും വിശുദ്ധയൊക്കെ ആയിട്ട് തീരും. അതാ നമ്മളിവിടെ വായിക്കുന്നത്. എല്ലാവർക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നുള്ള, പിതാവായ ദൈവത്തിൽ നിന്ന് 4-ാമത്തെ വാക്യം, ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആ ഒരു ദൈവത്തിന്റെ കൃപയും സമാധാനവും ആ ഒരു കാര്യമൊക്കെ പഴയ നിയമത്തിലെ ആ ഒരു കൃപയും സമാധാനത്തിന് അനുഗ്രഹത്തിന്റെ കാര്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. ഗ്രീക്കില് അവരുടെ ഒരു ഗ്രീറ്റിംഗ് ആയിരുന്നു കൃപയുണ്ടാകട്ടെ. യഹൂദന്മാരുടെ ഇടയിലെ സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു ഗ്രീറ്റിംഗ് ആയിരുന്നു. എന്നാൽ പൗലോസ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അത് പഴയ നിയമത്തിൽ നമ്മളെ ലേവ്യ പുസ്തകം സംഖ്യാപുസ്തകം 6:23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ അന്ന് പഴയ നിയമത്തിലെ തന്നെ കൃപയും സമാധാനം ഉണ്ടാകട്ടെ, ദൈവം നിങ്ങളോട് കൃപ ഉണ്ടാകുമാറാകട്ടെ, സമാധാനം തരട്ടെ എന്നൊക്കെയാ ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട്, ദൈവത്തിന്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിച്ച് നിങ്ങളോട് കൃപയായിരിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്നൊക്കെ അവിടെ സംഖ്യാപുസ്തകത്തിൽ തന്നെ പഴയ നിയമത്തിൽ തന്നെ അഹരോനിലൂടെ പറയാനായിട്ട് മോശയോട് ദൈവം അരുളി ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പിന്നെ പോകുന്നില്ല. അപ്പൊ അതാ നമ്മൾ കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ വാക്യം കൂടെ വായിച്ച്, 5-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമ്മൾ എങ്ങനെങ്കിലും ഉന്തുവണ്ടി കുറച്ചുകൂടെ ഒരു സ്റ്റോപ്പെങ്കിലും മുമ്പോട്ട് പോകണമല്ലോ. ഇതിപ്പം ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ കുറച്ചൊക്കെ ബിസി, കുറച്ചൊന്ന് ഈ ട്രെയിനൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ച് എഞ്ചിന് പഴയ സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇനി തിരിച്ചു വന്നെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ട് പോയി നമ്മൾ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങളാണ് ഇപ്പം കണ്ടത്. എങ്കിലും ആ വചനത്തിന്റെ ആഴങ്ങളിൽ അത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ആ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടതിന്റെ കാര്യങ്ങളും സുവിശേഷം പറയുന്നതിന്റെ കാര്യങ്ങളും ഒക്കെ എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ട്രെയിൻ ബാക്ക് ടു ദ സ്റ്റേഷൻ. ഇനിയിപ്പം ആനയ്ക്ക് സംഭാവന ഹേ എന്താ 5-ാമത്തെ വാക്യത്തില് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. അപ്പം യേശുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും കൂടെ മാൻഹുഡ് ആൻഡ് ഡൈറ്റി എന്ന് ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, മീക്ക്നെസ് ആൻഡ് മജസ്റ്റി, മാൻഹുഡ് ആൻഡ് ഡൈറ്റി. കർത്താവിന്റെ മനുഷ്യത്വം, ദൈവത്വം. കർത്താവ് മനുഷ്യനായിട്ട് ജനിച്ചു, അത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽ. അപ്പൊ കർത്താവിന്റെ ജനനം അതുപോലെ ഒരു കാലത്തൊഴുത്തിലെ അതുപോലെ കർത്താവ് ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്ന് ജനിച്ചു. മരണത്തിനും കർത്താവ് അതുപോലെ കാൽവരിയിലെ ക്രൂശിലെ ഒരു കുറ്റവാളി എന്ന വണ്ണം ക്രൂശിക്കപ്പെട്ടു. എന്നാൽ അത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം അത് എന്ത് തെളിയിക്കുന്നു? ഇവൻ ആയിരുന്നു യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള കാര്യം തെളിയിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാളിൽ. അതുകൊണ്ടല്ലേ മുസ്ലിം സഹോദരങ്ങള് ആ കർത്താവ് യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. വേറെ കുറേനക്കാരനായ സിമോൻ എന്നെ പിടിച്ച് അവര് ക്രൂശിച്ചതാ. യഥാർത്ഥത്തിൽ കർത്താവ് ക്രൂശിക്കപ്പെടാതെ അങ്ങ് പോയിട്ട് പിന്നെ ഇനിയിപ്പം ഈസാ നബി തിരിച്ചു വരുന്നൊക്കെ ഖുറാനില് പറഞ്ഞിരിക്കുന്ന കാര്യം. ആ ക്രൂശ് ആർക്കും ഇഷ്ടമല്ല, സാത്താൻ ഇഷ്ടമല്ല. എന്നുവെച്ചാല് ക്രൂശിലൂടെയാണ് അതിന്റെ തല തകർത്തതെന്നുള്ള കാര്യം അവന് അത് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പൊ അതുകൊണ്ട് ക്രൂശ് ഒന്നും ഇല്ല. പൗലോസ് ക്രൂശിലേക്ക് നീ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ നീ എന്നെ വിട്ടുപോകുന്ന കർത്താവിടെ മത്തായി 16 പറയുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പം ആ ക്രൂശിലൂടെയാണ് പുനരുദ്ധാനം ഉണ്ടായത്. ആ പുനരുദ്ധാനത്തിലൂടെ ഇവനാണ് ദൈവപുത്രൻ എന്നുള്ള ഒരു പ്രഖ്യാപനം, അതാ ശക്തിയോടെ ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടിരിക്കുക. അത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ വിശുദ്ധിയുടെ ഹോളി സ്പിരിറ്റ്, ഇവിടെ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്ന് കുറച്ചുകൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുക. അപ്പം പലപ്പോഴും ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കാണെങ്കിൽ ഒത്തിരി പരിശുദ്ധാത്മാവ് വരുമ്പോഴത്തേക്ക് ഒത്തിരി ബഹളം വെക്കുന്നു, ഒത്തിരി ചാടുന്നു, തുള്ളുന്നു, എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളുമൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻസാ പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിൽ വരുന്ന. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായിട്ടുള്ള ആത്മാവ്. അപ്പൊ ഒരാൾക്ക് ഒരു ഈവിൾ സ്പിരിറ്റ് വന്നാൽ, നമ്മൾ സാങ്ക്രിന്ന് കേട്ടിട്ടുള്ളത്, ഒരാൾക്ക് ഒരു ഈവിൾ സ്പിരിറ്റ് വന്നാൽ അയാൾ ഈവിൾ ആയിട്ട് തീരും. ഒരാൾക്ക് അതായത് ദുരാത്മാവ് വന്നാൽ അവന് ദുഷ്ടനായിട്ട് തീരും. അല്ലെങ്കിൽ ഒരു അൺക്ലീൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അശുദ്ധാത്മാവ്. അശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവ് ഒരാൾക്ക് എറിയാൽ അവൻ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറ്റണം? നമുക്ക് അന്യഭാഷ ദൈവം തരുന്ന വരം ഉണ്ടെങ്കിൽ ദൈവം പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നതെന്നുള്ളതിന്റെ നമ്മളെ കൂടുതൽ ഒരു വിശുദ്ധിയിലേക്ക്, നമ്മളങ്ങ് ഏറ്റവും അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് ഹോളി ആയിട്ട് ആയിത്തീരുന്നു എന്നുള്ളതല്ല, മറിച്ച് കൂടുതലായിട്ട് വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായിട്ട്, കൂടുതൽ കർത്താവിനായിട്ട്, കൂടുതൽ പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട്, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് യേശുവിന്റെ സ്വഭാവത്തിലേക്ക് അനുരൂപപ്പെടുന്നവനായിട്ടായിത്തീരുന്നു. അതാ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് എന്നുള്ള ആ ഒരു പരിശുദ്ധാത്മാവ്, അത് വിശുദ്ധിയുടെ ആത്മാവ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അതാ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ
മനുഷ്യപുത്രൻ എന്ന കർത്താവ് തന്നെ അഭിസംബോധന ചെയ്ത കാര്യം, ഓർഡിനറി മാൻ ആയിട്ട് കർത്താവ് തന്നെ അഭിസംബോധന ചെയ്ത കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷങ്ങളിൽ. അത് ഡാനിയൽ 7:13 മെസ്സിഹയെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ അതിൽ ഏറ്റവും മെസ്സിയെ കുറിച്ചുള്ള ഏറ്റവും ലോലിയസ്റ്റ് ടൈറ്റിൽ, ഏറ്റവും സാധാരണ ഏറ്റവും താഴ്മയുള്ള ഒരു ടൈറ്റിലാണ് ഒരു നാമധേയ കർത്താവ് എടുത്ത്. അതാ ദൈവപുത്രൻ എന്നൊന്നും പറയാതെ കർത്താവ് എന്താ മനുഷ്യപുത്രൻ എന്ന് തന്നെ താഴ്മയോടെ അഭിസംബോധന ചെയ്തത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കർത്താവ് താഴ്മയോടെ ഈ ഭൂമിയിൽ നടന്നു എന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ എന്ന് പറയുന്നത്. ജഡപ്രകാരം അവൻ ദാവീദിന്റെ സന്തതിയാണ്. ദാവീദിന്റെ വംശാവലിയിലാണ് യോസേഫും മറിയവും ദാവീദിന്റെ സന്തതി പരമ്പരയിലാണ് വരുന്നത്. നമ്മള് യോസേഫിന്റെ സന്തതി പരമ്പരയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. മത്തായി 1 യോസേഫിന്റെ സന്തതി പരമ്പരയും ലൂക്കോസ് 3 മറിയയുടെ സന്തതി പരമ്പര. അപ്പൊ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പെട്ടെന്ന് എന്തോ കണ്ടുപിടിച്ചതുപോലെ അവർ പറയും, അയ്യോ നിങ്ങൾ ബൈബിളിലെല്ലാം വൈരുദ്ധ്യമാണ്, മത്തായിയിലെ വംശാവലി അല്ല ലൂക്കോസിലെ വംശാവലി, അല്ലെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞു എല്ലാം വൈരുദ്ധ്യം. അപ്പൊ നമ്മൾ പറയും, എന്ത് പറയും, അയ്യോ സഹോദര ഇത് വൈരുദ്ധ്യമല്ല, ദാവീദിന്റെ രണ്ട് സന്തതികളിലൂടെയാണ് രണ്ട് സന്തതികളിലൂടെയാണ് യോസേഫും മറിയയും വന്നത്. അപ്പം ദാവീദ് വരെ ഒരേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പിന്നെ നമ്മള് മത്തായി 1 യോസേഫിന്റെ വംശാവലി വായിക്കുന്നു, ലൂക്കോസ് 3 മറിയത്തിന്റെ വംശാവലി വായിക്കുന്നു. അത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ആ ഒരു ദാവീദ് സംബന്ധിച്ച് ദാവീദ് ദാവീദ് പുത്രൻ എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും, സൺ ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന കാര്യങ്ങളും, മെസ്സിയെ കുറിച്ച് ദാവീദ് പുത്രൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുക, അപ്പൊ കർത്താവിന്റെ മനുഷ്യത്വം, കർത്താവ് ജഡപ്രകാരം മനുഷ്യനായിട്ട് ഭൂമിയിൽ നമ്മെ പോലെ തന്നെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടവനായിട്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മള് അത് പല വചനഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സംസാരിച്ചതൊക്കെ. അടുത്ത കോട്ടേജ് മീറ്റിംഗിലൊക്കെ ആ കാര്യങ്ങൾ കർത്താവ് മനുഷ്യപുത്രനായിട്ട്, അതായത് കർത്താവിന്റെ മനുഷ്യത്വം, കർത്താവ് ദൈവമായതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവ് പരിപൂർണ്ണ ദൈവമായതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവ് പരിപൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതുകൊണ്ടും ഇപ്പോഴും പൂർണ്ണ മനുഷ്യനായിട്ട് കർത്താവ് ദൈവമായിരിക്കെ തന്നെ ഇപ്പോഴും കർത്താവ് ആ മനുഷ്യത്വം കർത്താവ് റിട്ടൈൻ ചെയ്തിരിക്കുന്നു. അതെന്താ സഹോദരൻ അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ വചനത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. നമ്മള് 1 തിമോത്തിയോസിലെ 2-ാം അധ്യായത്തില് ഏക മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ അവിടെ മനുഷ്യനായ യേശു ക്രിസ്തു നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന കർത്താവിനെ കുറിച്ച് പറയൂ. അവിടെ 1 തിമോത്തിയോസിൽ നമ്മള് കത്തോലിക്ക സൗരങ്ങൾക്കൊക്കെ ഒരു മധ്യസ്ഥനെ ഉള്ളെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ വാക്യം വായിക്കുമ്പം പെട്ടെന്ന് നമുക്കൊരു ഞെട്ടില്ല, അയ്യോ ഇതെന്താ മനുഷ്യനായ യേശു ക്രിസ്തു എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ആരും കാണണ്ട, മുസ്ലിങ്ങളൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ആ വചനം തപ്പിപ്പിടിക്കാൻ നോക്കും. പക്ഷെ അത് അങ്ങനെ തന്നെയാണ്. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവില, 6-ാമത്തെ വാക്യം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ കൊടുത്ത് മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പം യേശു ക്രിസ്തു ഇപ്പോഴും നിത്യനായിട്ടും കർത്താവ് നിത്യത മുതൽക്കേ കർത്താവ് ദൈവം മാത്രമായിരുന്നു. പിന്നെ ഭൂമിയിലായപ്പോൾ കർത്താവ് മനുഷ്യനുമായി, ദൈവവുമായി, മനുഷ്യനുമായി. പിന്നെ കർത്താവ് അവിടെ ഉയരത്തിലേക്ക് ചെന്നതിന് ശേഷവും കർത്താവ് ദൈവവുമാണ്, പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമായിട്ട് കർത്താവ് ആ മനുഷ്യത്വത്തെ റീറ്റെയിൻ ചെയ്യുന്നു. A.W. ടോസ് പറഞ്ഞതുപോലെ നാം ദൈവത്തെ ഇവിടെ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു, കർത്താവ് മനുഷ്യനെ അവിടെ സ്വർഗത്തില് പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അതായത് നമുക്ക് ഒരു മനുഷ്യന്റെ പ്രതിനിധിയായിട്ട് അവിടെ കർത്താവ് നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട്, കർത്താവ് ഒരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ കാര്യം 1 യോഹന്നാൻ 2:1 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളുടെ കാര്യസ്ഥൻ, അഡ്വക്കേറ്റ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കായിട്ട് വാദിക്കുന്ന, പിതാവിന് മുമ്പാകെ നമുക്കായിട്ട് വാദിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ആ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള കർത്താവ്, നമുക്കായിട്ട് വക്കാലത്ത് പറയുന്ന കർത്താവ്. അപ്പൊ ആ ഒരു കർത്താവിന്റെ മനുഷ്യത്വം. കർത്താവ് ദൈവമായതുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നു. കർത്താവ് മനുഷ്യനായതുകൊണ്ടാണ് നമുക്ക് കർത്താവിനെ പിൻപറ്റാൻ സാധിക്കുന്നത്. നമുക്ക് കർത്താവിനെ അനുസരിക്കാൻ, കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഹീസ് ഗോഡ്, സോ വി വർഷിപ്പ് ഹിം. ഹീസ് മാൻ, ദാറ്റ്സ് വൈ വി ആർ ഏബിൾ ടു ഫോളോ ഹിം. അവിടുന്ന് ദൈവം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് കർത്താവിനെ അനുഗമിക്കാൻ പറ്റുമായിരുന്നു. ദൈവത്തെ എങ്ങനെ അനുഗമിക്കുന്നത്? മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് നമുക്ക് കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവാനായിട്ട് ഉള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു സാധ്യതയിലേക്ക്, അങ്ങനെ ഒരു പുതുതും ജീവനുമായിട്ടുള്ള ഒരു വഴി വിട്ടു തുറന്ന് കർത്താവ് പോയേക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടൊക്കെ ദിവസമായിട്ട് അടുത്ത ആഴ്ച കാണാവില്ല. അപ്പൊ നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ റോമിലെ സഭ പൗലോസ് അല്ല സ്ഥാപിച്ചത്, അതുകൊണ്ടുള്ള ഗുണവും ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന കാര്യവും, സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവൻ പരീശനായിരുന്നപ്പോൾ അവൻ ന്യായപ്രമാണത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവനായിരുന്നു. ഇപ്പൊ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടു. നമ്മളെല്ലാത്തിനും സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാണോ? സുവിശേഷ മുഖാന്തരം നമുക്ക് ലജ്ജയുണ്ടോ? നമ്മൾ കടക്കാരനാണോ?
എല്ലാം നമ്മൾ സുവിശേഷത്തിനായിട്ടാണോ ചെയ്യുന്നത്? സുവിശേഷം എങ്ങനെ പറയണം, ജ്ഞാനത്തോടെ പറയണം, സൗമ്യതയോടെ പറയണം, ബഹുമാനത്തോടെ പറയണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതായത് ആ സൗമ്യതയോടെയും ബഹുമാനത്തോടെയും നമ്മൾ ആ ഒരു വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് ബാക്കിയുള്ള സൗകര്യങ്ങളും പറയുമല്ലോ. നമ്മൾ ആ ഒരു വാക്യം കൂടെ വായിച്ചു. 1 പത്രോസ് 3-ാം അധ്യായത്തില് നമ്മളുടെ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുമ്പം നമ്മൾ എങ്ങനെ മാത്രമേ വാ തുറക്കാവുള്ളൂ? 1 പത്രോസ് 3-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുന്ന, പ്രതിരോധിക്കുന്ന സഹോദരങ്ങളൊക്കെ അവരുടെ ഒരു ആപ്തവാക്യമായിട്ട് എടുക്കുന്ന ഒരു വാക്യമാണ് 1 പത്രോസ് 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവൻ. പ്രതിവാദം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ വാദിക്കണം എന്നുള്ള അർത്ഥമല്ല, മേക്ക് ഡിഫൻസ് ടു എവരി വൺ. നമ്മള് ചിലർ എന്താ നിങ്ങൾ യേശു മാത്രമേ ദൈവമുള്ളൂ എന്ന് പറയുന്നത്, യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ, നിങ്ങൾ എത്ര നാരോ മൈൻഡഡ് ആണോ എന്നൊക്കെ പറയുമ്പം അവിടെ എങ്ങനെ നമ്മൾ പറയാവുള്ളൂ? സൗമ്യതയോടും ഭയഭക്തിയോടും മനസ്സിലാ ആ ഒരു ബഹുമാനത്തോടെ. നമ്മൾ അതിപ്പോ ഒരു കൊച്ചായിരിക്കാം, വലിയ ആളായിരിക്കാം, ചിലപ്പം നമ്മളെക്കാട്ട് കുറഞ്ഞ ആളായിരിക്കാം, കൂടിയ ആളായിരിക്കാം സമൂഹത്തില്. പക്ഷെ ഏതൊരാളോടും നമ്മൾ കർത്താവിന്റെ വചനം പറയും. നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാൽ എസ്പെഷ്യലി നമ്മള് ഡിഫൻസ്, നമ്മുടെ ഈ പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ന്യായം ചോദിക്കുമ്പോൾ എന്താ ഓൾവേസ് ബീങ് റെഡി ടു മേക്ക് എ ഡിഫൻസ് ടു എവരിവൺ ഹു ആസ്ക് ടു ഗിവ് എൻ അക്കൗണ്ട് ഫോർ ദ ഹോപ്പ്. നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ പ്രത്യാശ എന്തുവാ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഈ സുവിശേഷം പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയേ പറയാവുള്ളൂ? സൗമ്യതയോടും ഭയഭക്തിയോടും പോകൊണ്ട് മാത്രമേ പറയാവുള്ളൂ. അല്ലാതെ അങ്ങനെ പറയാൻ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ വാ തുറക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി. അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവിന് നാം അത്രയും ദുഷിക്കപ്പെടത്തില്ല. പക്ഷെ നമ്മൾ സൗമ്യതയോടും ഭയഭക്തിയോടും കൂടിയേ പറയാവുള്ളൂ എന്നുള്ള കാര്യം നമ്മളവിടെ, അത് കർത്താവിന്റെ കൽപ്പനയാണ്. 1 പത്രോസ് 3:15 നമ്മള് ആ ഒരു നമ്മൾ ആരോട് പറയുന്നു അവരോട് ആ ഒരു രീതിയിൽ ആ ഒരു സൗമ്യതയോടെ ഭയഭക്തിയോടെ പറയണം. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ അതാ നമ്മളിപ്പം സുവിശേഷത്തിനായിട്ട് നമ്മൾ വേർതിരിക്കപ്പെട്ടതാണോ? പിന്നെന്താ നമ്മൾ പിന്നെ കർത്താവിന്റെ മനുഷ്യത്വവും ദൈവത്വവും കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ പ്രിയനായ നമ്മൾ കർത്താവിന് പ്രിയരാണെന്നുള്ള കാര്യവും വിശുദ്ധരാണെന്നുള്ള കാര്യവും വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യവും ഒക്കെ നമ്മൾ ഒന്നുകൂടെ കാണുമായിരുന്നു. കർത്താവിന്റെ മനുഷ്യത്വവും ദൈവത്വവും എൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. നമ്മൾ ആദ്യത്തെ 5 വാക്യങ്ങളും എല്ലാം ഒന്ന് ഓടിച്ച് കാണാൻ ദൈവം സഹായിച്ചല്ലോ. ജീവിതത്തിന്റെ വിശ്രമത്തെക്കുറിച്ച്, വിശ്രാമം അല്ലെങ്കിൽ വിശ്രമം കർത്താവിലാണ് നമ്മളുടെ വിശ്രമം. നമ്മള് സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരായിട്ട് യഥാർത്ഥത്തിൽ വിശ്രമമുള്ളവരാണെങ്കിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ഈ സമാധാനത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് പീസ്, സമാധാനത്തിന്റെ സുവിശേഷത്തിനായുള്ള ചെരുപ്പ് എന്നാ നമ്മളവിടെ എഫേസ്യർ 6:15-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത് സമാധാനത്തിന്റെ സുവിശേഷമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നവരല്ല, നമുക്കൊരു സ്വസ്ഥതയോ ഒരു അതില്ലെങ്കിൽ നമ്മൾ പിന്നെ സുവിശേഷം വലിയ പലതുമൊക്കെ പറയുമെങ്കിലും അതൊന്നും കമ്മ്യൂണിക്കേറ്റഡ് ആവത്തില്ല, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. എന്നാൽ നമ്മൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ പറയുന്നത് അതാ നമ്മളിവിടെ ആ ഒരു കർത്താവിന്റെ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരാകാൻ തക്കവണ്ണം നമുക്ക് കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ. ദൈവത്തിന്റെ വലിയൊരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഭക്തരൻ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കാൻ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എല്ലാം ആശ്വാസമാക്കി കൊണ്ട് ആനന്ദം നൽകുന്ന ഭക്തരൻ വിശ്വാസ ജീവിതം. നമുക്ക് സുവിശേഷം പറയാൻ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലുള്ളവരെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മൾ ആ ഒരു ആശ്വാസം, സമാധാനം നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് വേണം ഞാൻ ഇനി മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ. ആ ഒരു ഭയഭക്തിയോടെ, സൗമ്യതയോടെ, ബഹുമാനത്തോടെ എല്ലാം കർത്താവെ ഏതൊരു ഓപ്പർച്യൂണിറ്റിയിലും എങ്ങനെങ്കിലും ഞാനൊരു കർത്താവിന്റെ ഫോളോവറാണ്, കർത്താവിന്റെ ആളാണെന്ന് എല്ലാവർക്കും ഒരു പബ്ലിക് ഐഡന്റിറ്റിയോടുകൂടി ഒരു മറ്റുള്ള പബ്ലിക് ഫോളോവർ ആകാൻ തക്കവണ്ണം, മറിച്ചൊരു രഹസ്യ ക്രിസ്ത്യാനിയല്ല. ഇത് ക്രിസ്തുവിന്റെ മുദ്ര അത് നെറ്റിമേലോ കൈത്തണ്ടയിലോ എടുക്കാമായിരുന്നു. വെച്ചാൽ പബ്ലിക്കായിട്ടോ പ്രൈവറ്റ് ആയിട്ടോ ഒക്കെ ഫോളോ ചെയ്യാം ഇത് ക്രിസ്തുവിനെ. എന്നാൽ കർത്താവിന്റെ കുഞ്ഞാടിന്റെ നാമം ഉള്ളവര് അത് കുഞ്ഞാടിന്റെ നാമം നെറ്റിമേൽ പൂണ്ടവർന്നാണ് നമ്മളവിടെ വെളിപാട് പുസ്തകം 13-14 അതിന്റെ കോൺട്രാസ്റ്റ് നമ്മൾ വായിക്കുന്നത്. കർത്താവിന്റെ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കാനല്ല. എല്ലായിടത്തും മലമേൽ വെച്ചിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കത്തില്ല. അപ്പം കർത്താവിന്റെ ഒരു പബ്ലിക് ഫോളോവർ ആയിട്ട് കർത്താവ് എവിടൊക്കെ ഞാൻ അവിടുത്തെ സാക്ഷിയാകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു, ഏതൊക്കെ ബന്ധുക്കളുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഞാൻ എവിടൊക്കെ കർത്താവ് എന്നിലൂടെ അവിടുന്ന് എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഞാൻ ഇതിനെ സമർപ്പിക്കുന്നു. അതിനായിട്ട് അവിടുത്തെ ആ ഒരു വിശ്രമത്തിൽ എന്നെയും കർത്താവ് ആശ്വസിപ്പിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ നമുക്ക് പാടാം. ശാശ്വത വിശ്രാമമേ
നിന്നിൽ ഞാൻ നിത്യവും വിശ്രമിക്കും. കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവളായിട്ട് കർത്താവെ ഞാൻ എന്ത് ചെയ്താലും കർത്താവെ അത് അവിടുത്തെ സുവിശേഷത്തിനായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണമേ. എന്ത് ചെയ്താലും കർത്താവെ അത് ദൈവനാമോഹത്വത്തിനായിട്ട് ചെയ്യുവാൻ, അത് കർത്താവിന് എന്നവണ്ണം ചെയ്യുവാൻ വചനം പറയുന്നു. എന്നാം എന്ത് ചെയ്താലും അത് സുവിശേഷത്തിനായിട്ട്, കർത്താവിൻ്റെ വേലയ്ക്കായിട്ട്, കർത്താവിൻ്റെ സദ്വാർത്തയ്ക്കായിട്ട്, കർത്താവിൻ്റെ വചനത്തിനായിട്ട് ചെയ്യാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെടുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ ഇന്നത്തെക്കാട്ടിലുപരി ഇന്ന് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകസംഭവങ്ങളെല്ലാം അത് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇനി എത്ര നാള് ഈ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്ന കർത്താവെ ഉള്ള അവസരങ്ങളിൽ ഞങ്ങളുടെ കടം വീട്ടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ടുള്ള ജ്ഞാനം തരണമേ, അതിനായിട്ടുള്ള വിവേകം തരണമേ, അതിനായിട്ടുള്ള വാക്കും ജ്ഞാനവും കർത്താവെ എതിരാളികൾക്ക് കർത്താവെ എതിർത്ത് നിൽക്കാൻ കഴിയാത്തവണ്ണമുള്ള വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അവര് നമുക്ക് കർത്താവെ അവിടുത്തെ വേലയ്ക്കായിട്ട് അവിടുന്ന് എന്നിലൂടെ എന്ത് ചെയ്യാനാണോ, എന്ത് ചെയ്തു തീർക്കുവാനാണോ കർത്താവിന്റെ വരവിന് മുമ്പായിട്ട്, എന്റെ അന്ധവിശ്വാസത്തിന്റെയും മുമ്പായിട്ട് കർത്താവ് അത് ഏതാണോ ആദ്യം വന്നിരുന്നത് അതിനു മുമ്പായിട്ട് അവിടുന്ന് കർത്താവെ എന്നിലൂടെയും കർത്താവ് എന്തെല്ലാം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അതിനായിട്ട്, അവിടുത്തെ വേലയ്ക്കായിട്ട്, അവിടുത്തെ സുവിശേഷത്തിനായിട്ട്, അവിടുത്തെ സഭയ്ക്കായിട്ട് കർത്താവെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം. ആ കടം വീട്ടാനായിട്ട് കർത്താവെ ഞാൻ സന്നദ്ധനാണ്. ആരോടൊക്കെയാണ് ഞാൻ കടക്കാരനായിരിക്കുന്നത് കർത്താവെ, എന്റെ വഴിത്താരയിലേക്ക് അവിടുന്ന് ആരെയൊക്കെ കൊണ്ടുവരുന്നു, എവിടെയൊക്കെ കർത്താവെ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ, അവിടുത്തെ വചനത്തെ ഉയർത്തുവാനും കർത്താവെ അവിടുത്തെ സാക്ഷികളായിരിക്കാൻ കർത്താവെ ആ ഒരു സൗമ്യതയോടെ, സാവധാനതയോടെ കർത്താവെ ആ ഒരു ഭയഭക്തിയോടെ, സൗമ്യതയോടെ, ജ്ഞാനത്തോടൊക്കെ ആയിരിക്കാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി കർത്താവെ. ആ പൗലോസിന്റെ ആ തീക്ഷ്ണത കർത്താവെ എല്ലാം നന്മയ്ക്കായിട്ട് അങ്ങ് കൂടി വ്യാപരിപ്പിക്കുന്നുവല്ലോ കർത്താവെ. ആ പൗലോസ് എത്ര തവണ റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടും അവിടുന്ന് തന്നെ പല തടസ്സങ്ങളൊക്കെ കൊടുത്ത പൗലോസിനെ കർത്താവെ ആ സമയം വരെ അവിടെ പോകാൻ അനുവദിക്കാതെ വണ്ണം കർത്താവെ ഇങ്ങനൊരു വലിയ ലേഖനം എഴുതുവാൻ പരിശുദ്ധാത്മാവ് പൗലോസിനെ പ്രാപ്തനാക്കി അത് ഞങ്ങൾക്ക് ഇന്ന് നന്മയ്ക്കായിട്ടാക്കി തീർത്തതുപോലെ, അത് സഭയ്ക്ക് കർത്താവ് നിത്യമായിട്ട് നന്മയ്ക്കായിട്ട് അങ്ങ് ആക്കി തീർത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ പല തടസ്സങ്ങളോ, പല കർത്താവെ ചില സ്റ്റെപ്പുകൾ മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റോപ്പുകളും എല്ലാം അവിടുന്ന് നിയോഗിച്ചിട്ടുള്ളതാണല്ലോ കർത്താവെ. എല്ലാം കർത്താവെ അത് സുവിശേഷത്തിന്റെ വ്യാപനത്തിനായിട്ടായി തീരുമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള ചില തടസ്സങ്ങളായിരിക്കാം, പ്രകടമായിട്ടുള്ള ചില കർത്താവെ എതിർപ്പുകളായിരിക്കാം, പ്രകടമായിട്ടുള്ള ചില പ്രതിസന്ധികളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ആയിരിക്കാം കർത്താവെ. എങ്കിലും അതെല്ലാം സുവിശേഷത്തിന്റെ വ്യാപനത്തിനായിട്ട് ഞങ്ങളെ തടങ്കലിലാക്കിയാലും അവിടെയും സുവിശേഷത്തിന്റെ വ്യാപനത്തിനായിട്ട് തീർക്കുന്ന കർത്താവാണല്ലോ. നന്ദി കർത്താവെ. അവിടുന്ന് എല്ലാം അവിടുത്തെ നാമോഹത്വത്തിനായിട്ട് ചെയ്യുമല്ലോ കർത്താവെ. നന്ദി കർത്താവെ. നന്ദി. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അവിടത്തേക്കായിട്ട്, അവിടുത്തെ വേലയ്ക്കായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. വി ആർ സെറ്റ് അപ്പാർട്ട് ഫോർ മീ പോൾ ആൻഡ് ബർണബാസ് ഫോർ ദ ഗോസ്പൽ ഫോർ ദ കോളിംഗ് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി കോൾഡ് ദം. അവിടുന്ന് പറഞ്ഞതുപോലെ എനിക്കായിട്ട് പൗലോസിനെയും ബർണബാസിനെയും അവർക്കായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ഓൾറെഡി ഞാൻ അവരെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. അതിനായിട്ട് സഭയായിട്ട് അവരെ വേർതിരിക്കുവിരുന്ന പരിശുദ്ധാത്മാവ് അന്ന് കൂടി വന്നിരുന്നവരോട് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്കായിട്ട് അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനായിട്ട് കർത്താവെ അവിടുത്തെ വിളിക്കും തെരഞ്ഞെടുപ്പിനും ഒത്തവണ്ണം ഞങ്ങൾ പ്രതികരിക്കുവാൻ കർത്താവെ അവിടുന്ന് എന്താണോ ഞങ്ങളിലൂടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം കർത്താവ്. ഒരു ദിവസവും ഞങ്ങൾക്കായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ ഒരുപക്ഷെ പല കർത്താവെ നന്മ ചെയ്തുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ പലരോടും ഒരു സ്നേഹത്തോടെ അവരെ സന്ദർശിക്കുകയോ, അവരെ വിളിക്കുകയോ, അവരോട് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലായിരിക്കാം. ചില കാര്യങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതിലൂടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ആയിരിക്കാം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ആയിരിക്കാം. പല കാര്യങ്ങൾ കർത്താവെ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങളെ അവിടുന്ന് എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്യാൻ തക്കവണ്ണം അവിടുത്തെ സുവിശേഷത്തിന് വേർതിരിക്കപ്പെട്ടവരായിട്ട് കർത്താവെ ആയിരിക്കാൻ, അവിടുത്തെ പ്രിയരാണെന്നുള്ള ആ ഒരു വലിയ പ്രിയയാണ് ഞാൻ കർത്താവിന്റെ വലിയ കൃപ ലഭിച്ചവളാണെന്നുള്ള വലിയ ധൈര്യത്തോടായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവെ. അത് ഞങ്ങളുടെ വലിയ പട്ടണത്തില്, വലിയ ഗ്രാമത്തിലും ഒക്കെ വലിയ വലിയ പ്രമുഖരുടെയൊക്കെ ഇടയിൽ ഞങ്ങളൊന്നും അല്ലെങ്കിലും കർത്താവെ അവിടെ കർത്താവ് ഞങ്ങളുടെ ഗ്രാമം, ഞങ്ങളുടെ പട്ടണ സ്വർഗത്തിൽ അറിയപ്പെടുന്നത് ഞങ്ങളുടെ പേരിലാണല്ലോ എന്നുള്ള വലിയ അഭിമാനത്തോടെ, വലിയ സന്തോഷത്തോടെ കർത്താവ് ഞങ്ങള് എത്ര വലിയ വിശുദ്ധരാണ്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്, വിശുദ്ധരായിട്ട് വിളിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ പ്രിയരാണ്,
കർത്താവെ, ഞങ്ങൾക്കായിട്ട് എഴുതപ്പെട്ട ഈ സുവിശേഷമാണ്. ഞങ്ങൾ ഈ സുവിശേഷത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. ഞങ്ങൾ ഈ സുവിശേഷത്തിന് ഞങ്ങൾ കടക്കാരായിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ബോധ്യത്തോടെ കർത്താവ് ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിശുദ്ധിയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെ, ഞങ്ങളെ വിശുദ്ധരാക്കി തീർത്താട്ടെ. ഞങ്ങൾ ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, ജഡത്തിൽ നിന്നും, പിശാചിൽ നിന്നും എല്ലാം വേർതിരിക്കപ്പെട്ടവരായിട്ട് കർത്താവിന്റെ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവരായിട്ടായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിച്ചിട്ട് ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിച്ചാട്ട് അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും ആത്മാവിനാൽ മുദ്രയുകയും ചെയ്താട്ട് കർത്താവെ, അവിടുത്തെ വേലക്കായിട്ട് ഞങ്ങളെ സീലടിച്ചാട്ട് കർത്താവെ, ഞങ്ങളതിനെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. അവിടുന്ന് ഇതെല്ലാം ഞങ്ങളിലൂടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ തുറന്നു തരുന്നു. അവിടുത്തെ ആത്മാവിന്റെ നദികളാൽ ഞങ്ങളെ നിറയ്ക്കണം. അത് നിറഞ്ഞു കഴിഞ്ഞ് കർത്താവെ, ഭൂമിയുടെ അറ്റത്തോളം അത് ചെല്ലുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ അനുഗ്രഹപാത്രങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് ചെയ്തതിനായിട്ട്, ചെയ്യാൻ പോകുന്നതിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, വി പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അതിനെ ചേർന്ന് സ്തുതിക്കാം. നന്ദി കർത്താവെ, നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു അവിടുത്തെ വചനത്തിനായിട്ട്. നന്ദി കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, പ്രൈസ് സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി.